ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കാതെ നടന്ന അള്ളാഹ് ഒരു ശിക്ഷ ഇറക്കൂല, കള്ളു കുടിച്ചോണ്ട് നടന്ന ഒരു ശിക്ഷയും അള്ളാഹ് ഇറക്കൂല, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു നടന്നാൽ ഒരു ശിക്ഷയും ഒരു പോറല് പോലും നിനക്ക് അല്ലാഹു നൽകില്ല കേട്ടോ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉടനടി ശിക്ഷ തരാൻ നിന്നാൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണില്ല. ഖുർആനാണ്. കാണുമോ? മനസ്സിലായി പറഞ്ഞത്? നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് അതിനാനുപാതികമായി അള്ളാഹ് ഉടനെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണൂല. കാരണം തന്നെ ഇന്ന് മൃഗങ്ങൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി കണ്ടില്ലേ? അവന്റെ ആ മൃഗങ്ങൾ തന്നെ എത്ര തെറ്റാ ചെയ്യുന്ന ദിവസം തോറും. അപ്പൊ അതിനെ അള്ളാഹ് കൊല്ലേണ്ടി വരും. മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് അവനെ അള്ളാഹ് കൊല്ലേണ്ടി വരും. അതുകൊണ്ട് ഒരുത്തനൊരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരു പെണ്ണ് ഒളിച്ചോടി പോയി കാഫറത്തായി ജീവിക്കുന്നു എന്നതുകൊണ്ട് അവളെ നശിപ്പിക്കുമെന്ന് കരുതണ്ട. വഹുവ ഫിൽ ആഖിറ മിനൽ ഖാസിരീൻ. നാളെ പരലോകത്തിൽ അവർ തീരാ നഷ്ടത്തിലാണ്. അവിടെ മറ്റാരുമില്ല. അള്ളാഹുവിന്റെ ചോദ്യമാണ് അവിടെ. അവിടെ ഗർഭാപ്പസി എന്നോ, അവിടെ ഭരണകൂടമെന്നോ, അവിടെ വലിയ പാർലമെന്റ് എന്നോ, അവിടെ NRC എന്നോ അങ്ങനെയൊന്നുമല്ല ആ ലോകം കേട്ടോ. പടച്ചവന്റെ ഒരു ചോദ്യമുണ്ട് എല്ലാവരോടുമായി. ലിമനിൽ മുൽക്കുൽ ഐനൽ ജബാബിറ ഐനൽ അകാസിറ ഐനൽ കയാസിറ. എവിടെ നാടുഭരിച്ച രാജാക്കന്മാരെവിടെ? നാടുഭരിച്ച കിരീടാവകാശികൾ എവിടെ? നാട്ടിലെ ഓരോ സുൽത്താൻമാരെവിടെ? അടക്കി വാണിരുന്നവരെ എവിടെ? അവരൊന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരണേ. ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആരുടെ കൈകളിലാ? അവരൊന്ന് എഴുന്നേറ്റ് വരണേ. നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്. ആർക്കും മറുപടിയേ ഇല്ല. അവസാനം അവൻ തന്നെ മറുപടി പറയുകയാ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പടച്ച തമ്പുരാനല്ലാതെ ഒരാൾക്ക് പോലും നാളെ അനങ്ങാൻ ചലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വിറ്റിട്ട്, പരിശുദ്ധമായ ശരീഅത്തിനെ തെറി പറഞ്ഞിട്ട്, പരിശുദ്ധമായ ഇസ്ലാമിക ദീനിനെ അവഗണിച്ചിട്ട് മറ്റൊരു മതത്തിന്റെ ആശയ ആദർശത്തെ ആര് അംഗീകരിക്കാൻ പോകുന്നുവോ അവർക്ക് ദുനിയാവിൽ ഒരു കുറവുമുണ്ടാവില്ല കേട്ടോ. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവർക്ക് ആഖിറത്തിൽ തീരാ നഷ്ടമാണ്. ദുനിയാവിൽ പ്രശ്നം ഉണ്ടാവില്ല. ദുനിയാ പ്രശ്നം ഉണ്ടാവില്ല. തസ്ലിമാ നസീറിന് വല്ല പ്രശ്നം ഉണ്ടോ? സൽമാൻ റുഷ്ദിക്ക് വല്ല പ്രശ്നം ഉണ്ടോ? അതുപോലെ എത്രയോ പേര് ഇസ്ലാമിനെ കളവ് പറഞ്ഞിട്ട് പോയി. വല്ല കുഴപ്പമുണ്ടോ? ഈ ദുനിയാവ് അല്ലാഹ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. നിനക്ക് എന്തുവാകാം? ആഖിറത്തിലേക്ക് നീ വാ. അവിടെ ഞാനാണ്, അല്ലാഹുവാണ് അവിടുത്തെ തീരുമാനം. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവിടെ ഒരാൾക്ക് ചലിക്കാൻ കഴിയൂല. അവിടെയാണ് വേണ്ടത്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വഅള്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അൽ ഫലാഹ് യുവജന ഫെഡറേഷന്റെ ഈ പ്രവർത്തനം. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ദുആ. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നമസ്കാരം. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നോമ്പ്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സദഖ. ദുനിയാവിനല്ല കേട്ടോ, ദുനിയാവിനല്ല. നമ്മൾ ആഖിറം വിശ്വസിക്കുന്നവരാണ്. ഈ ഇരിക്കുന്ന ഖൗമ് നമ്മൾ മറ്റൊരു ലോകത്തെ വിശ്വസിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഈ ലോകം കൊണ്ടല്ല തീരൂന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെയല്ല, തീരുന്നില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കരുനാഗപ്പള്ളി തെക്കപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു 7 ചുവട്ടടി ഇങ്ങോട്ട് മാറുമ്പോ അവിടെ മുതൽ അവന്റെ റൂഹിനെ മടക്കപ്പെടും. അവിടെ മുതൽ അവന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതല്ലാതെ ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ പിരിക്കുന്നത്. ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. ദുനിയാവ് അല്ലാഹു എല്ലാവർക്കും കൊടുക്കും. അദാനിക്ക് കൊടുത്തു, അംബാനിക്ക് കൊടുത്തു, യൂസുഫ് അലിക്ക് കൊടുത്തു, ലോകത്ത് എത്ര വലിയ വലിയ സമ്പന്നന്മാർക്ക് കൊടുത്തു, ഫറോവയ്ക്ക് കൊടുത്തു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇടങ്ങേറാക്കിയ ഫറോവ, മാഷിത്ത റളിയല്ലാഹു തആല അൻഹ ഇടങ്ങേറാക്കിയ ഫറോവ, സ്വന്തം ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹയെ പരസ്യമായി
നടുറോഡിലിട്ട് വിവസ്ത്രയാക്കി വലിയ വലിയ കരിങ്കല്ലുകൾ എടുത്ത് നെഞ്ചിൽ വെച്ച് വിഷസർപ്പങ്ങൾ അവളുടെ ശരീരത്തിലേക്ക് ഇട്ട് അവരെ മാരകമായി പീഡിപ്പിച്ച് കുന്തം കൊണ്ട് ഗുഹ്യാവയവങ്ങളിൽ കുത്തിക്കയറ്റി ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു തആലായെ നിഷ്ഠൂരമായി ഈ ലോകത്ത് നിന്ന് കൊന്ന ആളാണ് ഫറോവ. 400 വർഷം ഈ ലോകത്ത് ജീവിച്ചു. വല്ലാഹി ഒരു മൂക്കുപനി പോലും അയാൾക്ക് വന്നിട്ടില്ല. മൂക്കുപനി പോലും അയാൾക്ക് വന്നിട്ടില്ല. ഒരു തുമ്മൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ, 400 വർഷമായി അദ്ദേഹം ഉപയോഗിക്കുന്ന കൊട്ടാരത്തിലെ ഗ്ലാസ് ഒരെണ്ണം പോലും താഴെ വീണ് പൊട്ടിയിട്ടില്ല. എന്നാൽ മൂസാ നബി പട്ടിണി കിടന്നു. മൂസാ നബിയുടെ അനുയായികൾ ഇടങ്ങേറായി, അവരുടെ കുടുംബം പ്രശ്നങ്ങളായി, നാട് പ്രശ്നങ്ങളായി, എന്തൊരു ത്യാഗം, പരീക്ഷണങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മൂസാ നബിയോട് ഇഷ്ടമില്ലായിരുന്നു, ഫിർഔനിനോടായിരുന്നു ഇഷ്ടമെന്ന്? ആരെങ്കിലും പറയോ? ഹബീബേ, പറയോ ആരെങ്കിലും? സംശയമുണ്ട് ചിലപ്പോ. കാരണം ഇന്നെല്ലാം ഫിറോവന്മാരല്ലേ. ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ? ഇല്ല, പറയൂല. എന്നാ ഫിർഔൻ ആരാണെന്നറിയോ? ഫിർഔനിൽ 2 ഗുണമുണ്ടായിരുന്നു. ഫിർഔനിൽ 2 ഗുണമുണ്ടായിരുന്നു. ഒന്ന്, കണങ്കാലിന് മുകളിലെ വസ്ത്രം ഉടുക്കുകയുള്ളൂ ഫിർഔൻ. 2, നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കും. ഈ 2 ഗുണം ഫിർഔന്റെ ഗുണമാണ്. നമ്മൾ സ്വീകരിക്കുമോ? നിലത്ത് വീണ ഭക്ഷണം ഫിർഔൻ എടുത്ത് തിന്നും, കണങ്കാലിന് മുകളിലെ വസ്ത്രം ധരിക്കുമായിരുന്നുള്ളൂ. ഈ 2 ഗുണമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അവനിലുള്ളത് ദുർഗുണങ്ങളായിരുന്നു. 400 വർഷം ഫിർഔൻ ഈ ലോകത്ത് ജീവിച്ചു. ഒരു കൊറോണയും വന്നില്ല, ഒരു ഒമിക്രോണും വന്നില്ല, ഒരു തുമ്മൽ പോലും വന്നിട്ടില്ല. നമ്മൾ പറയുമോ സുഹൃത്തെ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു? എന്നാലോ മരിക്കാറായപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാന്റെ തർത്തീബ് ഇതാ വരികയാണ്. മൂസാ, നിന്റെ അനുയായികളെ കൂട്ടി നീ ഹിജ്റ പോകണേ. ആ കാണുന്ന സമുദ്രത്തെ കീറി മുറിച്ചുകൊണ്ട് പോയിക്കോ. എങ്ങനെ പോകും പടച്ചവനെ? നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ അടിച്ചോ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട മൂസയും അനുയായികളും കടന്നു പോവുകയാ. ആ ഹൈവേ സ്പീഡിലൂടെ ബഹുമാനപ്പെട്ട മൂസാ നബിയെ പിൻപറ്റിക്കൊണ്ട് ഫറോവയും കിങ്കരന്മാരും കടന്നു വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹൈവേ മുറിച്ചത് അല്ലാഹു കൂട്ടിച്ചേർക്കുകയായി. ആ സമയത്ത് ഫറോവ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ അന റബ്ബുകുമുൽ അഅ്ലാ. ഉന്നതനായ ദൈവം ഞാനാണെന്ന് പറഞ്ഞ് വാദിച്ചു നടന്ന ഫറോവ ചാവാറടുത്തപ്പോ അവൻ ആ ആഖിറത്തിന്റെ ഭയാനകത കണ്ടപ്പോ, നരകത്തിന്റെ ഗർജനം കണ്ടപ്പോ, ഖബറിന്റെ ഞെരുക്കം അവൻ കണ്ടപ്പോ, ആ മലക്കുൽ മൗത്തിന്റെ ഭീകര രൂപം നേരിൽ കണ്ടപ്പോ ഫറോവ പറഞ്ഞില്ലേ, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ഏ മൂസാ, നീ വിശ്വസിച്ച നിന്റെ അനുയായികളായ അനുയായി വൃത്താന്തമായ ബനൂ ഇസ്രായേലുകൾ വിശ്വസിച്ച ആ നാഥനുണ്ടല്ലോ, ആ ഏകനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു മൂസാ. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് മൂസാ. എന്നെ ഒന്ന് രക്ഷിക്കണേ മൂസാ. അവസാന സമയം വല്ലാഹി റബ്ബുൽ ഇസ്സ, ഈ ദുനിയാവിലെ എല്ലാ അഹങ്കാരികളും പറയുന്നത്, മുഴുവൻ ശൈത്താന്മാരും പറയും. ഇത് പറയാതെ ഒരൊറ്റ ഒരുത്തന്റെ റൂഹ് അല്ലാഹു പിടിക്കൂല.
ഈ ദുനിയാവിൽ ഞാനാണെല്ലാം, അധികാരമല്ല എൻ്റെ കൈകളിലാണ്, നിന്നെയൊക്കെ അടിച്ചമർത്തി തകർത്തിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ പറയുന്നവൻ അവനൊക്കെ ചാവാറാവുമ്പോ സത്യം പരിശുദ്ധമായ ശരീഅത്താണ് എന്നവനെ കൊണ്ടല്ല പറയിപ്പിക്കാതെ ലാ യഖ്റുജു അഹദുകും മിനദ് ദുനിയ ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്നതി വന്നാർ. നിന്റെ ഇരിപ്പിടം സ്വർഗ്ഗാണോ നരകാണോ എന്ന് അറിയാതെ ഒരൊറ്റ ഒരുത്തന്റെ റൂഹിനെ അല്ലാഹ് ഇവിടുന്ന് പിടിക്കൂല. ഇത് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു ഫറോവയെ. ഫറോവ ഞാൻ മുസ്ലിമാണ്, വാനമിനൽ മുസ്ലിം, വാനമിനൽ മുസ്ലിം. മൂസ എന്നെ രക്ഷപ്പെടുത്തും, മൂസ എന്നെ രക്ഷപ്പെടുത്തും. നടന്നോ? കൈഫ യഹ്ദില്ലാഹു ഖൗമാ കഫറൂ ബഅദ ഈമാനിഹിം വശഹിദൂ അന്നർ റസൂല ഹഖ്ഖുൻ വജാഅഹുമുൽ ബയ്യിനാത്ത്. എന്റെ മുസ്ലിം പെണ്ണുങ്ങളെ, ഒരു ചെറിയ സുഖത്തിന് വേണ്ടി ശരീഅത്ത് കളഞ്ഞിട്ട് സ്വന്തം വാപ്പായ ഉമ്മായെ പോലും അവഗണിച്ചിട്ട് പരിശുദ്ധമായ ദീനിനെ അവഗണിച്ചിട്ട് ഒരു ചെറിയ ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി നീ ഓടുകയല്ലേ? അല്ലാഹു ചോദിക്കുകയാ, അന്നർ റസൂല ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാ, അല്ലാഹ് സത്യമാ, ആഖിറം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവളല്ലേ? എന്നിട്ട് ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട് ഷിർക്കിനെ കുഫ്റിനെ വിശ്വസിച്ചവളല്ലേ? അല്ലാഹ് ചോദിക്കുകയാ, കൈഫ യഹ്ദില്ലാ, ഇവക്കിനി ഞാൻ എങ്ങനെയാണ് ഹിദായത്ത് കൊടുക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇവൾ കാണിച്ചത് അഹങ്കാരവും അക്രമവുമാണ് കേട്ടോ. പരിശുദ്ധമായ ദീന് വിറ്റവളാ, ഇനി ഞാൻ അവളെ പരിഗണിക്കില്ല കേട്ടോ. പടച്ചോൻ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ കിട്ടി നമ്മളാ. ഈമാൻ കിട്ടി മരിക്കുന്നത് വരെ പിടിച്ചോളി, മുറുക്കെ പിടിച്ചോ. പോയാ പോയി. എന്ത് ത്യാഗം വന്നാൽ ഇത് കളയരുത്. നമുക്ക് ഇവിടെ ഏറ്റവും ഇവിടെ അല്ല സുഖം ഇവിടെ അല്ല മക്കളെ. അടിപൊളിയാ. ഒരു ദിവസം എന്നെ വിളി, സ്വർഗം പറഞ്ഞുതരാം. ഇപ്പം സമയമില്ല, പറഞ്ഞുതരാം. ഞാൻ കുടുംബജീവിതം പറഞ്ഞു തന്നെ. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു, ഉസ്താദിന് കടുപ്പം കുറയ്ക്കും. എനിക്കപ്പോൾ അത് കേട്ടോ ദേഷ്യം കയറി. അങ്ങനെ പറയണ്ടല്ല, സെൻസർ ചെയ്ത് തമ്മിൽ കുടുംബം വേണ്ട, കുടുംബത്തിനെ കൊടുക്കുക, അതൊക്കെ വേറെ പറഞ്ഞുതരാം. പച്ചയ്ക്ക് പറയാൻ കേൾക്കാൻ താല്പര്യമുണ്ടോ? പറഞ്ഞു തരും. എൻ്റെ വകയിൽ ആയത്തും അതി തോന്നിട്ട് പറയുള്ളൂ. ആ ചർച്ചയില്ലാത്ത ഹദീദില്ലാത്ത ചർച്ച നമുക്കില്ല. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇവിടെ ബ്ലൂ ഫിലിം ഒന്നുമല്ല ചർച്ച, ഖുർആന്റെ ഹദീസിന്റെ ചർച്ചയാ. അത് പഠിക്കണ്ടേ? അത് പഠിക്കാതെ പിന്നെ ആര് പറഞ്ഞു തരും? ഇത് ആർക്ക് പറഞ്ഞിടും? ജൂതന്മാരെ പിൻപറ്റിയിട്ട് ജൂതന്മാർ കാണിക്കുന്ന പോലെ, ജൂതന്മാർ പറയുന്ന പോലെ നമ്മൾ കേൾക്കും. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് ഒന്ന് കേട്ടോ. ലാ തഖൂമു സ്സാഅ ഹത്താ തഅഖുദ ഉമ്മത്തി മഅഖദൽ ഉമമി ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ. എൻ്റെ ഉമ്മത്ത് യൂറോപ്യൻ സംസ്കാരത്തെ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ പിൻപറ്റപ്പെടാതെ അവരെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ലാ തഖൂമു സ്സാഅ, ലോകം അസ്തമിക്കില്ല. ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ. അല്ലാഹുവിന്റെ റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ, ഇതാ യാഥാർത്ഥ്യമായി കേട്ടോ. ഹബീബായ തങ്ങൾ എന്താണ് പറഞ്ഞത്? ലോകം അസ്തമിക്കില്ല. ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ആരാധിക്കപ്പെടുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല കേട്ടോ. മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും ബിംബാരാധന നടത്തുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ശരിയാണോ അല്ലയോ? നമ്മുടെ സഹോദരിമാരും ബിംബങ്ങളുടെ മുന്നിൽ ആരാധന നടത്തുന്നു. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല. ദുബായിൽ വലിയ ഒരു അമ്പലം പണിതു. പറഞ്ഞായിരുന്നോ സംഭവം? വല്ല അറിഞ്ഞിരുന്നോ? ഇവിടുത്തെ അമ്പലം വെക്കാൻ സമയമില്ല, ഇനി പിന്നെ ദുബായിൽ അമ്പലം വെക്കാൻ. ലോകം അറിയണോപ്പ.
അവിടെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചു, അവരുടെ ദൈവം ഉണ്ടാക്കി വെച്ചു. ആദ്യം പോയി സുജൂദ് ചെയ്താരെന്നറിയാം? അമീറും പെണ്ണും പിള്ളയും. ആരാ പോയി സുജൂദ്? കണ്ടില്ലേ? അല്ല, വാട്സപ്പിൽ കണ്ടില്ലേ? കണ്ടായിരുന്നോ? ആരെങ്കിലും ഒരാളെല്ലാം കണ്ടവരുണ്ടോ? അൽഹംദുലില്ലാ, ശരിയാണ്. ഇല്ലാതെ ഞാൻ ഈ തള്ളു പുട്ടുകുറ്റി ആ പരിപാടി ഇല്ല. എന്താ ഉസ്താദ് പുട്ട് തള്ളുന്ന പോലെ തള്ളേ? സംഭവം ശരിയല്ലേ? അത് കണ്ടതല്ലേ? ആര് ഈ ഹദീദ് എടുത്ത് വെച്ച് നോക്ക്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? എന്റെ ഉമ്മത്തികൾ ശിർക്ക് വെക്കുന്നവരുമായി കൂട്ടുകൂടാതെ ലോകമസ്തമിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാ. അതുകൊണ്ട് അഹ്ലു ബൈത്തായ നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹുവിന്റെ റസൂല് പറയും, നിങ്ങൾ കേട്ടോ, ഓരോ ദിവസവും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവനേ, എന്റെ ഖൽബ് പരിശുദ്ധമായ നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ദുആയുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഈ ഹിദായത്ത് നീ പറിച്ചെടുക്കല്ല അല്ലാ, ഞങ്ങളിൽ നിന്ന് അടർത്തി കളയല്ല അല്ലാ, നാളെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ഇത് ദുആ അല്ലാഹു പഠിപ്പിച്ചെന്നു. എല്ലാരും ഈ ദുആ ചെയ്തോണം. എപ്പോഴാ ഈമാൻ പോകുന്നതെന്ന് അറിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഈ ദുനിയാവി ജീവിക്കാനുള്ള വാങ്ങുന്നല്ല കേട്ടോ. നമ്മുടെ ഞാൻ ഈ ഷാളും തൊപ്പിയൊക്കെ ഇടുന്നത്, ഈ ഷാളിടുന്നത് തന്നെ തെറ്റാ. അതറിഞ്ഞില്ല സംഭവം. വാളമ്മ ഇപ്പൊ ഇത് ഇട്ടാലേ നിങ്ങൾ എന്റെ വാള് കേൾക്കുള്ളൂ, അതുകൊണ്ട് ഇടുന്നതാണ്. ഗതിയില്ലാതെ ചില വിഷയം ഗതിയില്ലാതെ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. എന്ത് ചെയ്യാനാ? വാളിടുന്ന ഈ ഷാളിടുന്ന ആരെന്നറിയോ? ജൂതന്മാര്. ഖിയാമത്ത് നാളിന്റെ അടയാളം നബിതങ്ങൾ പറഞ്ഞു, തയാലിസ് എന്ന വസ്ത്രം അധികരിക്കുന്ന ഒരു കാലം വരുമെന്ന്. തയാലിസ് എന്ന വസ്ത്രം അത് അധികരിക്കും, അത് ധരിക്കും എൻ്റെ കൗമ്, എൻ്റെ ഉമ്മത്ത്. അത് ധരിക്കുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല. തയാലിസ എന്ത് എന്ന് നമ്മൾ നെറ്റെടുത്ത് നോക്കുമ്പോൾ കാണാം, ഇതേപോലെ ഷാളിടല്. അറബികൾ മൊത്തം ഇടുന്ന എങ്ങനെ? അറബികൾ ഇടുന്ന കൊത്ര അതാ നബി തങ്ങൾ പറഞ്ഞത്. ആ ഷാൾ ഇങ്ങനെ ഇടുന്നത് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ജൂതന്മാർ ഇങ്ങനെ ഇട്ടിട്ടാണ് അവരുടെ പാരായണം നടത്തുന്നവർ, അവർ പ്രാർത്ഥിക്കുന്നവരുടെ മൊത്തം ജൂതന്മാർ ഇങ്ങനെയാണ് ഷാൾ ഇടുന്നത്. അപ്പൊ നമ്മൾ ജൂതന്മാരെ പിൻപറ്റിയിട്ടല്ല കേട്ടോ, ജൂതന്മാരെ പിൻപറ്റിയിട്ടല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ നബി തങ്ങൾ പറഞ്ഞത് എന്താ? എന്റെ ഉമ്മത്ത് അവരെ പിൻപറ്റൂന്ന്. എന്റെ ഉമ്മത്ത് അവരെ പിൻപറ്റൂന്ന് പറഞ്ഞപ്പോ മെസ്സി പച്ച കുത്തിയത് കണ്ടിട്ട് നമ്മുടെ കൗമ് പച്ച കുത്തി എത്ര പേരുണ്ടെന്ന് അറിയോ? ഇനി അത് മാറുമോ? എത്ര പേര് പച്ച കുത്തി? അതാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പ്ലീസ് ദയവേത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏത് സൈസ് ഏത് മോഡൽ വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. എനിക്കതിലൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാല് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ ഈ പറയുന്നത് നമ്മുടെ ചിന്തയെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞാണ്. മെസ്സി പച്ച കുത്ത് കണ്ട നമ്മൾ പച്ച കുത്തി. മെസ്സി അണ്ടറോ ഇട്ടത് നമ്മൾ അതേപോലെ അണ്ടറോ ഇട്ടു. മെസ്സിയുടെ ആ ഡ്രസ് നമ്മൾ ഇട്ടു. നബി തങ്ങൾ പറഞ്ഞെന്താ? ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ എന്റെ ഉമ്മത്ത് യൂറോപ്യൻകാരെ പിൻപറ്റാതെ ലോകം അസ്തമിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി. ഉസ്താദന്മാരും അടക്കം ഞങ്ങളടക്കം വരെ ഇതിൽ ആയിപ്പോയി. അല്ലാഹ് ഞങ്ങളെ കാക്കണേ അടച്ചവനെ. യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റി വീടുകളിലൊക്കെ യൂറോപ്യൻ ക്ലോസറ്റ് ആയില്ലേ? പേര് തന്നെ എന്താ? പേരെന്താ? ഇന്ത്യൻ ക്ലോസറ്റ് എന്നാ എൻ്റെ പേര്. ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ലപ്പ. ഇപ്പോ അത് തേടി പള്ളിയിൽ പോണം. പള്ളിയിൽ പോകുമ്പോൾ പണ്ടാരാതാ പള്ളിയിലും ഇപ്പൊ അതാണ് യൂറോപ്യൻ സംസ്കാരം. നിന്നുപെടുക്കുന്ന സംസ്കാരം നമ്മുടെ സംസ്കാരമല്ല. പക്ഷേ നമ്മുടെ മുസ്ലിം പള്ളികളിൽ പോലും നിന്നുപെടുക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു വെച്ചില്ലേ നമ്മുടെ ഭാരവാഹികൾ? ആരുടെ സംസ്കാരം? ഇരുന്ന് പെടുക്കാനും ഇരുന്ന് കുടിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിന്ന് കഴിക്കരുതേ, നിന്ന് കുടിക്കരുതേ എന്ന് പറയുമ്പോ ഓർക്കണേ, ഇന്ന് കല്യാണ വീടുകളിൽ ബൊഫേ സംസ്കാരത്തിലൂടെ
കയ്യിൽ പാത്രം വെച്ചിട്ട് നിന്ന് തിന്നുകയല്ലേ, നടന്ന് തിന്നുകയല്ലേ. ഇത് ജൂത സംസ്കാരമാണ്. ജൂതന്മാര് തീരുമാനിച്ച പോലെ ആദർശത്തിൽ കൈകടത്താൻ അവരെ കൊണ്ട് സാധിച്ചു. മൊബൈൽ സംസ്കാരങ്ങളിലൂടെ പാട്ട് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോ, ആ മ്യൂസിക് ഹറാമാണ്, ഫോട്ടോ ഹറാമാണ്, ഇസ്ലാം അത് പഠിപ്പിച്ചപ്പോ ഇത് ഒരു നല്ല രൂപത്തിലാക്കി കൊണ്ടുവന്നാൽ ഈ സമുദായം അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാ മൊബൈലിന്റെ ഉള്ളിൽ ഇത് മുഴുവനും അവൻ ആടി ചെയ്തില്ലേ. ഇന്ന് മിഹ്റാബിന്റെ മിമ്പറിന്റെ അരികിൽ നിന്നിട്ടല്ലേ ഉസ്താദും മോദീനും കൂടി സെൽഫി എടുക്കുന്നത്. ഇത് ഹറാമാണ്, പള്ളിക്കകത്ത് കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഞാനടക്കമുള്ള ഉസ്താദുമാര് 4-3 വീഡിയോയുടെ മുന്നിലിരുന്നാണ് പ്രഭാഷണം. മറ്റവന്റെ ബുദ്ധി ഇങ്ങനെ കൊണ്ടുവന്നാതെ റാഹത്തായി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം കേൾക്കൂല. അതുകൊണ്ട് മൊബൈലിനകത്ത് അവൻ മ്യൂസിക് ചേർത്തുകൊട്. അവൻ പോക്കറ്റ് ഇട്ട് അവൻ നിസ്കരിച്ച് 3-ാമത്തെ റക്അത്താവുമ്പോ പലാപ്പള്ളി തിരുപ്പള്ളി റാഹത്തായിട്ട് അവന്റെ നിസ്കാരവും ഖറാബാവും, പള്ളിയും വന്നവരും ഖറാബാവും. അവന്റെ ഐഡിയ അങ്ങനെ ഉണ്ട്. ഐഡിയ സൂപ്പർ അല്ല, ഐഡിയ ശരിയല്ലേ? പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ അബീവേ? ശരിയല്ലേ? നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേരാ? കരുനാഗപ്പള്ളിയെന്നോ തെക്കേ പള്ളിയെന്നോ ഷേഖ് പള്ളിയെന്നോ അല്ല, പലാപ്പള്ളി തിരുപ്പള്ളി. അങ്ങനെ ഇവൻ കിടന്ന് നെക്കാൻ വേണ്ടി പാടുപെടും. സാമാനം ഇല്ല, മറ്റേതില്ലയോ, എവിടെ കുത്തണം എന്നറിഞ്ഞൂടാ, മറ്റേന്ന് കിളിക്കുന്നവർ നെക്കി വെക്കാൻ മതി. ഇപ്പൊ ഇത് ഇങ്ങനെ തോണ്ടി അങ്ങനെ തോണ്ടി എവിടെ കൊണ്ട് അള്ളാഹു അപ്പുറത്തേക്ക് മൊത്തം പാട്ടും തീർന്നെല്ലാം തീർന്ന് സലാം വീട്ടുന്നതിന് മുമ്പേ ആദ്യം ഇറങ്ങിയിട്ട് പോകൂ, അല്ലെങ്കിൽ ഇവനെ പൊക്കി നാട്ടുകാർ ഹൗദി എറിയും. ഇവിടെ നിന്നാ ആള് ഹിജ്റ പോയി കഴിച്ചു, അവനെ കിട്ടും. സംഭവം ശരിയല്ലേ? ഞാൻ പറഞ്ഞതൊന്നും വെറുതെ അല്ല, ശരിയല്ലേ അബീബേ? പള്ളിയിൽ അങ്ങനല്ലേ? ഈ സാമാനം ഒതുവെടുക്കാൻ മറക്കത്തില്ല, മൂത്രമൊഴിക്കാൻ മറക്കൂല, കൈ കെട്ടാൻ മറക്കില്ല. ഒരു റക്അത്തും തീർന്നു പോയാൽ ഇമാമിനെങ്ങാനും ഒന്ന് മറന്നുപോയാൽ പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ് പറയാൻ മറക്കൂല. മൊബൈൽ ഓഫാക്കാൻ ഇവൻ മറക്കുന്നു. ഇതിനൊന്നും അവന് മറക്കൂല, മൊബൈൽ ഓഫാക്കാൻ മറക്കുന്നു. ശരിയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുത്ത ഒരു നിഅമത്ത് പോലെ മറ്റു ഒരു ജീവികൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു മനുഷ്യർക്കാണ് നൽകിയത്. ഏതെങ്കിലും ഒരു മൃഗം ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംസാരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല മനുഷ്യർക്കാണ് നൽകിയത്. ഏതെങ്കിലും ഒരു മൃഗം സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആദരിച്ചത് ഈ ബുദ്ധി കൊണ്ടാണ്. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുമ്പോ ഒരു സ്വഹാബിയ കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ ബിഹുർമതി ഹാദിഹിൽ കഅബ ബിഹുർമതി ഹാദൽ ബൈത്ത് ലമാ ഗഫർത ലീ, ഈ പരിശുദ്ധമായ കഅബയുടെ ഹുർമത്ത് കൊണ്ട് നാദാ എനിക്ക് നീ പുറത്തു തരണമേ അല്ലാഹ്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, സഹോദരാ അങ്ങനെ പറയരുത് കേട്ടോ. ഈ കഅബയേക്കാൾ ഹുർമത്ത് നിന്റെ ശരീരത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട്, അല്ലാഹുവേ എന്റെ ശരീരത്തിന്റെ ഹുർമത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ ആ സ്വഹാബിയോട് കൽപ്പിക്കുകയാണ്. കഅബയുടെ ഹുർമത്തിനേക്കാൾ ആ കഅബയുടെ ഹുർമത്ത്, ആദരവ്, അതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവ് നൽകിയത് മനുഷ്യന്റെ ശരീരത്തിനാണ്. അപ്പൊ ഒരു മനുഷ്യർ
അവന്റെ ആദരവ്, അവന്റെ മഹത്വത്തെ അവൻ മനസ്സിലാക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു ആദരിച്ചത് ഏറ്റവും വലിയ കാര്യമല്ലേ? മലക്കുകളെക്കാൾ അള്ളാഹു മനുഷ്യനെ ആദരിച്ചു, മൃഗങ്ങളെക്കാൾ അള്ളാഹു മനുഷ്യനെ ആദരിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലഖദ് കറംനാ ബനി ആദം വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. സകലമാന വസ്തുക്കളെക്കാൾ അല്ലാഹ് ഞങ്ങളെ ശ്രേഷ്ഠരാക്കിയവൻ നീയാണ്. അതുകൊണ്ട് നിനക്കാണ് അഖില സ്തുതി, നിഖില സ്തുതി. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ, ഒരു രോഗിയെ നമ്മൾ കാണുമ്പോൾ, ഒരു രോഗിയുടെ അരികിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന് വേണ്ടി, ആ രോഗിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്തതിന് ശേഷം നമ്മൾ പറയണം, അല്ലാഹുവേ ഇദ്ദേഹത്തിനേക്കാൾ നീ എന്നെ ആദരിച്ചു, കാരണം ഈ ഒരു രോഗം നൽകാതെ എന്നെ നീ അനുഗ്രഹിച്ചു. ഇദ്ദേഹത്തിന് നൽകിയ ആ രോഗത്തിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നതിനോടൊപ്പം ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യണമെന്നാണ്. അൽഹംദുലില്ലാഹില്ലദി അഫാനി മിമ്മാ ഇബ്തലാഹുല്ലാഹ് വഫളലനി ഖൈറൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. ഒരു ക്യാൻസർ രോഗിയുടെ അരികിൽ പോയാൽ നമ്മൾ അങ്ങനെ ദുആ ചെയ്യണം. അദ്ദേഹത്തിന് ദുആ ഇരുന്നിട്ട്, പടച്ചവനെ ഇദ്ദേഹത്തിന് കൊടുത്ത ഈ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു, അങ്ങനെ ഒരു രോഗം നീ എനിക്ക് നൽകരുതേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യണം. അങ്ങനെ സ്ഥിരമായി ദുആ ചെയ്യുന്നവർക്ക് ഈ പറയപ്പെടുന്ന നിലയിലുള്ള രോഗം അല്ലാഹു അവർക്ക് നൽകുകയില്ല എന്നാണ് കമാ ഖാല ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അല്ലാഹു റസൂൽ പറഞ്ഞ അങ്ങനെയാണ്. പക്ഷെ നമ്മളാരും അങ്ങനെ ചോദിക്കാറുമില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറുമില്ല, നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ആ ഒരു വിപത്ത് നമുക്ക് സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കാരണങ്ങൾ നമുക്കതിൽ പഠിപ്പിച്ചിരുന്നുണ്ട്, പല കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അതിൽ ചിലത് ദുആ ചെയ്യാൻ പഠിപ്പിക്കുന്നു, സദഖ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എപ്പോഴാണ്? നമസ്കാരം കഴിയുമ്പോൾ, ഭക്ഷണം കഴിഞ്ഞിട്ട്, ഖുർആൻ ഓതിയിട്ട്, നല്ല നല്ല അമലുകൾ ചെയ്തിട്ട് നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. കാരണം ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ആ സമയത്താണ്. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നത് ആ സമയത്തായതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ചോദിക്കേണ്ട ദുആകളിൽ ശ്രേഷ്ഠമായ ദുആ ഏതെന്നറിയോ? നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണം എന്നാണ് പറഞ്ഞത്. ഒരാളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നത് ബാങ്ക് വിളിച്ചതിനും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയത്ത് ദുആയ്ക്ക് മറയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ദുആ തീർച്ചയായും അല്ലാഹു അത് സ്വീകരിക്കും, അതിന് മറയില്ല. ആ സമയത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ദുആ എന്താണ്? അല്ലാഹുവേ ആഫിയത്ത് നീ നൽകണേ, ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മൾ ആര് ദുആ ചെയ്യുന്നുണ്ട്? ആരോഗ്യത്തിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞ സമയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ സമയങ്ങളെല്ലാം. സല്ലല്ലാഹു അൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവിനോട് ആഫിയത്തിന് വേണ്ടി, വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി നീ ചോദിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിച്ച് ഇഖാമത്തിനിടയിലുള്ള സമയത്ത് ദുആയ്ക്ക് ഇജാബത്താണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് ചോദിക്കാൻ അർഹതയുള്ളത് നിന്റെ ശരീരത്തിന് മാരകമായ രോഗം നൽകല്ലേ അല്ലാ. എത്ര ചികിത്സിച്ചാലും മാറാത്ത വ്യാധി നൽകല്ലേ അല്ലാ. ഈ ദുആ നീ നിന്റെ ശരീരത്തിന് വേണ്ടി ചെയ്യണേ എന്ന് ആദരവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? എവിടെ ചെയ്യുന്നു? എത്രയോ ദുആകൾ നമ്മൾ മറന്നു പോകുന്നു, എത്രയോ ദുആകൾ മറന്നു പോകുന്നു. മക്കൾ ഇന്ന് പിഴച്ചു പോകുന്നു. ഒരുപാട് ചെറുപ്പക്കാർ കഞ്ചാവിന് അഡിക്റ്റാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു വാളിന്, ഞാനിപ്പോൾ 3 മാസമായി വാൾ തുടങ്ങിയിട്ട് ഓരോ ദിവസം പരിപാടിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ നേരം വയനാട്ടിലേക്ക് പോകണം. 1 സദസ്സിലും
ഈ കിളവന്മാരല്ലാതെ ചെറുപ്പക്കാരെ കാണാനില്ല, ഒരു സദസ്സിലും ഇല്ല. ഞാൻ എല്ലാ സദസ്സിലും ഞാൻ ചോദിക്കും, ആളുകൾ കൂടും, ഇഷ്ടംപോലെ ഉണ്ട്. വടക്കോട്ടൊക്കെ നല്ല ആളുണ്ട്. ഇവിടെ ഇപ്പം ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി കാണും തോന്നുന്നു, ആളുകളൊന്നും ഇല്ല. കരുനാഗപ്പള്ളി അപേക്ഷിച്ചിടത്തോളം ഇങ്ങനെ അല്ലല്ലോ. ആളുകൾക്കൊന്നും വാളിനോടൊന്നും താല്പര്യമില്ല. ബീവേ ഈ വാളൊന്നും വെക്കണം. ഞാൻ എവിടെയോ പ്രസംഗിച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആരോ അതിനകത്ത് എടുത്തിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുറച്ച് കാഷ്ടം തിന്ന് ജീവിക്കുന്നവർ ജീവിച്ചോട്ടെ, അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവൻ്റെ വയറ്റിപ്പിഴപ്പാണ്. ഞാൻ ഈ യൂട്യൂബിലെ പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, മരിക്കുന്നവരെ ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻ്റെ വാള് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ പറയാറില്ല. ആ പൈസ ഞാൻ തിന്നാറുമില്ല. അതൊന്നും നമുക്ക് ഹലാലായ പൈസയല്ല. എൻ്റെ മസാലകളൊക്കെ നിങ്ങൾ പോയി ചോദിച്ചോളി, വാങ്ങുന്നവരടുത്ത് പോയി ചോദിച്ചോളി എൻ്റെ മസാല എന്താണെന്നുള്ളത്. എന്തായാലും നാളെ അള്ളാൻ്റെ അടുക്കൽ നമുക്ക് സമാനം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആളുകൾക്ക് വാളിനോട് കമ്പമില്ല. അവർക്ക് താല്പര്യം എന്താ? കളി, ചിരി. വലിയൊരു ഫുട്ബോൾ വെക്കി ആള് കൂടും. ഒരു ഗാനമേള വെക്കി ആള് കൂടും. ഒരു ഡാൻസ് വെക്കി ആള് കൂടും. ഏത് ഗുദാമിൽ കൊണ്ടുവച്ചോ, ഏത് ഗുദാമിൽ നിങ്ങൾ കൊണ്ടുപോയി, കാലുകുത്താൻ അവിടെ സ്ഥലം കാണൂല. കാലുകുത്താൻ സ്ഥലം കാണൂല. ഇവിടെ ഇപ്പൊ ഒരു ഗാനമേള ആയിരുന്നു, ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവോ? ഞാൻ വെറുതെ പറയാം. ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ഇവിടെ വരുന്ന ഉദ്ഘാടനത്തിന് കാലുകുത്താൻ സ്ഥലം കാണുവോ? ഇവിടെ റോഡിൽ വണ്ടിയിടാൻ സ്ഥലം കാണുവോ? ചിന്തിച്ചു നോക്കി. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നബി തങ്ങൾ പറഞ്ഞത് സംഭവിക്കണ്ടേ, അത് സംഭവിക്കാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, ലാ തദ്ഹബിൽ അയ്യാമു വല്ലയാലി കമാ ഹത്താ യഖ്ലുഖൽ ഖുർആൻ في صدور أقوام من هذه الأمة كما تخلق الثياب ويكون ما سواه أعجب لهم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാത്രിയും പകലും നശിക്കുകയില്ല, രാത്രിയും പകലും തകരുകയില്ല, അതായത് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യഖ്ലുഖൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഴകിച്ച് ദ്രവിച്ച് തുരുമ്പ് പിടിക്കുന്നതുവരെ. ഫീ സുദൂരി അഖ്വാമിൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമുദായത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പരിശുദ്ധമായ ഖുർആൻ കമാ തഖ്ലുഖു സിയാബു, പഴഞ്ചൻ വസ്ത്രം പഴകി നശിച്ച് ദ്രവിച്ചു പോകുന്നത് പോലെ ഈ ഖുർആൻ തന്റെ സമുദായത്തിന്റെ ഖൽബിന്റെ ഉള്ളിൽ ദ്രവിച്ചു പോകുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സമുദായം, എൻ്റെ സമുദായത്തിന് ഖുർആനിനോട് ഒരിഷ്ടം ഉണ്ടാവൂല. ഖുർആനോട് ഇഷ്ടം ഉണ്ടാവൂല. അങ്ങനെ ഒരു കാലം വരും. ഇഷ്ടം ഇതിനോടായിരിക്കും. വയകൂനു മാ സിവാഹു അഅജബ ലഹും, ഖുർആനല്ലാത്ത ഭൗതികമായ രസാനുഭൂതികളോടാണ് എൻ്റെ സമുദായത്തിന് ആഗ്രഹമുണ്ടാവുക. അങ്ങനെ ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോ അവയകൂനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു കാലം വരുവോ നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, നഅം വ അശദ്ദ മിൻഹു, അതിനേക്കാൾ കടുപ്പമേറിയ കാലം വരും സ്വഹാബാ. ഇപ്പൊ ഈ വാളിന്റെ സദസ്സിൽ ആളില്ലാത്തൊന്നും വലിയ കാര്യമില്ല. ഇനി ആള് വാളിന്റെ സദസ്സിൽ കൂടുന്ന ഒരു കാലം ഉണ്ടാവും. അത് നബി പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. പക്ഷെ വാള് കേൾക്കാനല്ല അവർ വരുന്നത്. അവര് വരും, ഭയങ്കര ആളായിരിക്കും. ഇദാ കതുറ ഖുതബാഉ മനാബിരികും ഐ വതുതവലുൽ മനാബിർ വതുക്സറു സുഫൂഫ്, ധാരാളം പ്രഭാഷണങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും സഫുകളായിട്ട് കൂട്ടമായി
ജനങ്ങൾ ഒഴുകുകയും ചെയ്യുന്ന ഒരു കാലം വന്നാൽ ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമായി നിങ്ങൾ കരുതണേ. കാരണം വഖുലൂബുഹും മുതബാഗിളാ വഅൽസിനതുഹും മുഖ്തലിഫാ. ആ വാള് കേൾക്കാൻ വരുന്നവരുടെ കൽബുകളെല്ലാം ക്രോധം കൊണ്ടും കോപം കൊണ്ടും നിറഞ്ഞു തുളുമ്പിയതായിരിക്കും സഹാബത്തെ. അവർ വാള് കഴിഞ്ഞങ്ങോട്ടിറങ്ങിയാൽ വഅൽസിനതുഹും മുഖ്തലിഫാ, അവരുടെ നാവുകളുടെ ചർച്ച വിഭിന്നമായ ചർച്ചകളായിരിക്കും കേട്ടോ. ശരിയല്ലേ? ഇത് നാവ് കൊണ്ട് ചർച്ച ചെയ്യണ്ട. കമന്റ് അടിക്കുന്നത് എന്താ? ഈ വാളിന്റെ താഴോട്ടാണ്. ഇപ്പൊ ഈ വാളിന്റെ സൈറ്റ് എടുത്ത് വെച്ചിട്ട് എന്നെ അടിയിലോട്ട് നോക്ക്. ഇപ്പൊ നമുക്കെതിരെ ബോംബ് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തർ. ആലിമ്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ താഴെ ഇങ്ങനെ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും. ആളുകൾ കമന്റ് വിട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് ഞാനിങ്ങനെ പറഞ്ഞാണ് ആരോ കമന്റ് വിട്ട്, മൊയ്ലിയാരെ ഇപ്പൊ ഒന്നും വാളിനൊന്നും ആളൊന്നും കൂട്ടില്ല, നിങ്ങളൊക്കെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളുടെ കള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി. ആ പറഞ്ഞവൻ ശൈത്താനായി. കാരണം ഞാൻ ഹദീസ് ഓതിയത് കള്ളത്തരം എന്ന് പറഞ്ഞവൻ ഏറ്റവും വലിയ കള്ളനായി. ഹദീസ് ഓതിയിട്ട് പറഞ്ഞത് ഇത് കള്ളവാണെന്ന് പറഞ്ഞവൻ ആരായി? ഏറ്റവും വലിയ കള്ളനായി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ യാഥാർത്ഥ്യം. ഒരുപാട് ആളുകൾ കൂടിയൊരു സമയമില്ലായിരുന്നു വാദിന്. എന്തായിരുന്നു സംഭവം? ഇവ വടക്കുമില്ല, ഇപ്പൊ തെക്കുമില്ല, പടിഞ്ഞാറുമില്ല, കിഴക്കുമില്ല, എല്ലാം ഇങ്ങനെ തന്നെയുള്ളൂ. പിന്നെ പണ്ട് പോലെ എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, അത് ഇങ്ങനെ തന്നെയാണ്. പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആ കസ്റ്റമർ ഇപ്പോഴും കാണും, മരണം വരെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഈ വലിയ ആളിന്റെ മുന്നിൽ കിടന്ന് അടിച്ചു പൊളിച്ച് പ്രസംഗിക്കുന്ന ശൈലിയൊന്നും അബൂബക്കറിനെ വെച്ചെടുത്തോളം ഇല്ല. 10 പേര് മതി. 10 പേര്. തിൽക്കാശറത്തും കാമില. ഇൽമു കേൾക്കാൻ വരുന്നവർക്ക് വിളമ്പി കൊടുക്കുക, ഭക്ഷണം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അല്ല ഇവിടെ മൊത്തം അടിച്ച് തിരിഞ്ഞ് ഗ്രൗണ്ടൊക്കെ നിറച്ച് പടക്കം പൊടിച്ചിട്ട്. ഇത് ബാല് കേൾക്കാനല്ല. ഈ ഉമ്മത്ത് നന്നാവേ ഇല്ല. ആര് നന്നായി പറ ഹബീബേ? ആര് നന്നായി? എന്തായിരുന്നു ബാല്? 10,000 പേരുടെ മുന്നിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ. 10,000 കണക്കിന് 8,500 കസേര സംഘാടകരെടുത്ത ചരിത്രമുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടുത്തെ ഓരോ പ്രാസംഗികമാർക്ക് 30,000 കസേര അവരെടുത്ത് ഫുൾ ആളുണ്ടായിരുന്നു. ഈ വാല് കെട്ടി ഉമ്മത്ത് നന്നായിരുന്നെങ്കിൽ കേരളം ഇപ്പൊ എന്തായാലും മക്കയായാലും. കേരളം മക്ക മദീനയായി മാറിയാൽ ഇത്രയും പേര് വല്ല നന്നായി വല്ല മാറ്റമുണ്ടോ? ഏറ്റവും കൂടുതൽ ഇപ്പൊ കഞ്ചാവ് കച്ചവടക്കാണ് നമ്മുടെ കൗണ്ട്. ഈ അടുത്ത സമയത്ത് ഇന്നലെ പിടിച്ചാരാ? ഇത്രയും ദാടിയുള്ള ഒരു കളവൻ, തൊപ്പിയും വെച്ചിട്ട് ഇത്രയും ദാടിയുണ്ട്. തൊട്ടടുത്ത് ശിഷ്യൻ തൊപ്പിയുണ്ട്, ദാടിയുണ്ട്. ഷെയ്ഖും മുരീദും കൂടി 12 കിലോ കഞ്ചാവ് കടത്തുമായിരുന്നു. പൊക്കി ഇത്രയും ദാടിയുണ്ട്. പത്രത്തിൽ കണ്ടാരല്ലോ? കണ്ടെന്ന് നിങ്ങളെ ആരെങ്കിലും ഒരാൾ പറയുമ്പോഴേ എനിക്ക് മനസ്സമാധാനം. അല്ലെങ്കിൽ ഞാൻ ഇത് തള്ളിയിട്ട് പോയെന്ന് പറയും. ഇപ്പൊ തള്ളാൻ പറ്റൂലല്ലോ. ഈ സാമാനം ഇരിക്കല്ലേ. ഈ സാമാനം ഇരിക്കുമ്പം സത്യാവസ്ഥ മുസ്ലിയാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചോദ്യം ഉണ്ടാവുമല്ലോ. ഇത് എവിടെ നിന്ന് അയാൾ ഈ പറയുന്നത്? അല്ലെങ്കിൽ എവിടെ ഉണ്ട്? ചുമ്മാ തള്ളാതെ മൊയ്ലിയാരെന്ന് പറയും, അതും പറയും. അതുകൊണ്ട് ഈ സാധനം ഉള്ളതുകൊണ്ട് ഞാനതുകൊണ്ട് ധൈര്യമായിട്ട് പറയും. എൻ്റെ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അബൂബക്കറിനോട് ചോദിക്കുക. അത് വേറെ മൊയ്ലിയാരോടും കമൻ്റൊന്നും അടിച്ചിട്ട് കാര്യമില്ല. നേരെ ഇങ്ങോട്ട് ചോദിച്ചോളി. ഞാൻ പോകുന്നതിനുള്ളിൽ എന്നോട് ചോദിച്ചോളി, ഇൻഷാ അല്ലാഹ്. അല്ലെ മരിക്കുന്നതിനുള്ളിൽ ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. ഞാൻ പ്രസംഗിച്ചാണെങ്കിൽ അതിന് ഞാൻ മറുപടി തരാം. അല്ല വേറെ ആരെങ്കിലും പ്രസംഗിക്കുന്നതിനൊന്നും എനിക്ക് മറുപടി തരാനുള്ള അവകാശമില്ല. അത് അവരോട് പോയി ചോദിക്കുക. എൻ്റെ കാര്യം എന്നോട് ചോദിക്കുക. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് വഅദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ നാടെന്ന് പറഞ്ഞാൽ താച്ചമുക്ക, ഈ പരിസരം എല്ലാം മുസ്ലിങ്ങളാണ് അല്ലേ? ഈ പരിസരങ്ങളെല്ലാം മുസ്ലിങ്ങളാണ്. ഇവിടെ എല്ലാ മുസ്ലിം സഹോദരങ്ങളാണ്. അവര് വന്നാല് ഈ പരിസരത്ത് ഇതുപോലെ ഇനി ഇതിന്റെ മുകളിലും കൂടെ വേണം കസേര. അതിലെ ഒരു 10% വന്നാൽ എനിക്കൊന്ന് ഇതൊന്നും ഇവിടെ ഉള്ളവരായിരിക്കുമല്ലോ, എനിക്ക് ഇച്ചിരി ദൂരത്തൊക്കെ വന്നവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ത്യാഗം സഹിച്ചു വരാൻ ഓടി വന്ന് എന്തിനാ ഇവിടെയൊക്കെ ഈ ആകെ ജുമാക്ക് മാത്രം ഒന്ന് പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ട്. അതിനെല്ലാം കഴിഞ്ഞിട്ട് ഓടി വരുന്ന ഉസ്താദെ 9 മണിക്കാന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിച്ചാൽ ഓടി വരും. അവിടെ 9 മണിക്ക് വന്നപ്പം മലക്കും ചിന്നും ഇരിപ്പുണ്ട്. അവരൊക്കെ ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ട് സ്കെച്ചിട്ട് വന്നു. പിന്നെ ഇൻസ് വന്നു. ആദ്യം മലക്കും ചിന്നും ഇരുന്നാണ്. നിങ്ങൾക്കൊക്കെ അവരെ കാണാൻ പറ്റുമോ? നമ്മൾ കണ്ട് സലാം പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് വാള് കേൾക്കുന്നതിനോട് താല്പര്യമില്ല. ബീവേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തസാലുൽ ഖൗമു അലാ ശരീഅത്തിൻ ഹസനത്തിൻ
മാലം തൽഹർ ഫീഹിം സലാസ്. എന്റെ സമുദായം പരിശുദ്ധമായ ശരീഅത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം അൽഹംദുലില്ലാഹ് ലോകമസ്തമിക്കില്ല കേട്ടോ. പക്ഷേ അവർ വഴുതി പോകുന്നത് എപ്പോഴാണെന്നറിയുവോ? 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എന്റെ സമുദായം ശരീഅത്തിൽ നിന്ന് തെറിച്ചു പോകും കേട്ടോ. ഞങ്ങൾ പറഞ്ഞാണ് മുസ്ലിം സമുദായം ശരീഅത്തിൽ നിന്ന് മാറിപ്പോയാൽ പോയി തൊലഞ്ഞു, തകർന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാരണങ്ങളാണ് പറഞ്ഞത്. അതിലൊന്നാമത്തെ കാരണം മാലം തൽഹർ ഫീഹി അൽ ഇൽമു. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഇൽമ് എന്ന് നിന്നു പോകുന്നുവോ അതോടെ എന്റെ സമുദായം ദീനിൽ നിന്ന് വഴുതി പോകുമത്രേ. സമുദായം പഴിച്ചു പോകുന്നു. 3 കാര്യം നബി തങ്ങൾ പറഞ്ഞു. 3 കാര്യം വെളിപ്പെടുന്നതിന് മുമ്പ് എന്റെ സമുദായം പിഴയ്ക്കൂല. ഇത് വെളിപ്പെട്ടാൽ എന്റെ സമുദായം പിഴച്ചു എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നിന്ന് പോകുന്നു, കുത്തൊഴുക്കായിരിക്കും, ശരീഅത്തിൽ നിന്ന് പോകും. 12 വർഷം ആലിമായി ഡിഗ്രി എടുത്തവൻ ഇന്ന് നിരീശ്വരവാദിക്ക് വേണ്ടി പ്രസംഗിക്കുകയാ. ഖുർആനും ഹദീസും വെച്ചവൻ കളിക്കുകയാണ്. വേറെ കുറെ പെണ്ണുങ്ങളെ വിവരമില്ലാത്ത കുറെ എണ്ണം ഖുർആനും ഹദീസും വെച്ച് അവരും കളിക്കുകയാ. എത്രയെത്ര കുബുദ്ധിജീവികളാണ് ഖുർആനും ഹദീസും വെച്ച് കളിക്കുന്നത്. അവരൊക്കെ കളിക്കുക എന്താ അവകാശം? ഖുർആന്റെ അർത്ഥം എന്തെന്ന് അവർക്കറിയോ? ഖുർആൻ പറഞ്ഞാൽ എന്തെന്നറിയോ? ഇവരൊക്കെയാണ് പറയുന്നത്. അബൂബക്കറിന് മറുപടി ഖുർആൻ ഓതിയതിനും ഹദീസ് ഓതിയതിനും ഒക്കെ ഈ ആയുധം വന്നാൽ കഴിവാത്തവളും മൂത്രമൊഴിച്ചാൽ കഴിവാത്തവളും ഇവളൊക്കെ വന്നിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വരുന്നത്. ഏതോ മദ്രസയിലൊക്കെ പോയപ്പോൾ ഏതോ ഉസ്താദ് കയറി പിടിച്ച അവളെ വല്ല ചുമ്മാ ആർക്കണക്കെ കൊടുക്കാൻ പോയി കാണും. അതിനിപ്പോൾ ഉസ്താദന്മാരെ പിടിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഇങ്ങനെ ആലിമികളെ വെച്ച് നബിതങ്ങളെ വെച്ച് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന വാക്ക് കേട്ടാലേ അതൊക്കെ പുഴുത്തി ചത്തുപോട്ടെ, ഇതൊക്കെ പുഴുത്ത് നാറി ചാവണം. അള്ളാന്റെ റസൂലിനെ വേദനിപ്പിച്ചവളുമാര് ഈ ദുനിയാവിൽ റാഹത്തായിട്ട് പോയിട്ടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാനിന്ന് ജുമാക്ക് പ്രസംഗിച്ചാണ്, ഞാനത് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ഒരു അമുസ്ലിമായ വ്യക്തി ഉണ്ടായിരുന്നു. ഉഖബത്ത് ബിൻ മുഈത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ചിട്ട് ധാരാളം ആളുകൾക്ക് കൊടുക്കും. ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുക്കും അദ്ദേഹം. അങ്ങനെ അദ്ദേഹം അന്നഹു സ്വനഅ തആമൻ ഫദഅ അന്നാസ വദഅ റസൂലല്ലാഹ്, ജനങ്ങളെ ക്ഷണിച്ചു, ഹബീബായ തങ്ങളെ ക്ഷണിച്ചു. ജനങ്ങളെയും ക്ഷണിച്ചു, നബിതങ്ങളെയും ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അത്രയ്ക്കും വലിയ ബന്ധമുള്ള വ്യക്തിയാണ്. ഹബീബായ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഫലമ്മാ ഖുദ്ദിമ ഇലൈഹി തആമു فقال رسول الله صلى الله عليه وسلم ما أنا بآكل حتى تشهد أن لا إله إلا الله وأني رسول الله. ഞാൻ നിന്റെ ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്നും ഞാൻ അവന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിച്ചാലല്ലാതെ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നബി തങ്ങൾ വാശി പിടിച്ചു. അപ്പോൾ ഫശഹിദ, അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി, മുസ്ലിമായി. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ബദ്ധവൈരിയായ ഏറ്റവും വലിയ ശത്രുവായ ഉബയ്യ് ഇബ്നു ഖലഫ് അല്ലാഹുവിന്റെ റസൂലിന്റെ വിരോധിയാണ്. ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂട്ടുകാരനാണ് ഈ ഉഖബത്ത് ഇബ്നു മുഈത്ത് എന്ന് പറയുന്ന വ്യക്തി. ആരോ പോയി ഉബയ്യ് ഇബ്നു ഖലഫിനോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിതാ മതം മാറി ഇസ്ലാമിലേക്ക് പോയിരിക്കുകയാണ്.
ഫലമ്മാ ഉഖ്ബിറ ബിദാലിക, അദ്ദേഹത്തിന് ഇതിന്റെ വാർത്ത ലഭിച്ചപ്പോ അദ്ദേഹം തന്റെ സുഹൃത്തായ ഉഖബത്തിനെ വിളിച്ചിട്ട് പറയുകയാ, യാ ഉഖബ സബഅത, ഏ ഉഖബത്തെ നീ മതം മാറിയോ? ഉടനെ അദ്ദേഹം പറഞ്ഞില്ല, പിന്നെ നീ മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയവനല്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭക്ഷണത്തിന് വേണ്ടി, സദ്യക്ക് വേണ്ടി ജനങ്ങളെ ക്ഷണിച്ച കൂട്ടത്തിൽ മുഹമ്മദിനെ ക്ഷണിച്ചു. എല്ലാവരും ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ മുഹമ്മദ് പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല എങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അതവർ നമ്മളെ ബന്ധത്തിന്റെ പേരിലാണ്, മഹബത്തിനെ നിർബന്ധിച്ചൊന്നുമില്ല, നിർബന്ധിച്ചതല്ല. നമ്മളൊക്കെ ഓരോരുത്തരോട് ഇങ്ങനെ പറയാറില്ലേ, ഞാൻ വരാം, അങ്ങോട്ട് വരാം, പക്ഷെ നീ ഇന്നിവിടെ വരാം, നീ എന്നും വരാം എന്ന് കളിയാക്കിയിട്ടില്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതേപോലെ ഒരു വക, അല്ല ആള് കെട്ടായത് പറഞ്ഞ ഒരു പക്ഷേ നിർബന്ധിച്ചുണ്ടോ ഷഹാദത്ത് കലിമ ചൊല്ലിയാലേ തിന്നുള്ളൂ, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു നീ എന്നും പറയാം ഷഹാദത്ത് കലിമ ചൊല്ലാം വിശ്വസിക്കാന്നൊക്കെ പറഞ്ഞല്ലേ. അന്ന് ദീനിന്റെ പ്രബോധന രംഗത്ത് നബി നിൽക്കുകയല്ലേ, ഓരോ വ്യക്തികളെയും പരിശുദ്ധ ഇസ്ലാം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ഏറ്റെടുത്തു. അദ്ദേഹം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ, തൃപ്തിപ്പെടണമെങ്കിൽ നീ മുഹമ്മദിന്റെ അരികിലേക്ക് പോയിട്ട് മുഹമ്മദിന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പണേ. എന്റെ തൃപ്തി നിനക്ക് വേണോ? ഇപ്പൊ ഓരോ മുസ്ലിങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അമ്പലത്തിലും പോവും, പൂജയും ചെയ്യും, തേങ്ങായും ഉടയ്ക്കും, അവിടെ പോയിട്ട് നിലവിളക്കം കത്തിക്കും, അവിടുന്ന് കിട്ടുന്നതും കോരി കുടിക്കും. കാരണം നിലനിൽക്കണ്ടേ. അപ്പൊ അതൊരു മതേതരവാദിയായി മാറി. അങ്ങനെയാണ് ഇപ്പൊ കൂടുതലും ഓരോ നേതാക്കന്മാര്. കർണാടകയിലൊരു നേതാവുണ്ട്, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹം പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഉരുളും, മുസ്ലിമാണ്, പോയി ഉരുളും ഒക്കെ. എന്തിനു വേണ്ടിയിട്ടാ? കാഫറായില്ലേ. ഇതൊക്കെ ഈ ഷിർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? 10 വോട്ടിന് വേണ്ടിയിട്ട്. ഈമാന്റെ അംശമുണ്ടോ? ഈമാനികപരമായിട്ടൊരു അംശമുണ്ടോ? ഒരു നേതാവ് ഉണ്ടായിരുന്നു, അയാൾ ചത്തുപോയി, നാമധാരിയായ മുസ്ലിം. അപ്പൊ ഒരു മനുഷ്യ ദൈവത്തിന്റെ മുന്നിൽ പെട്ട് പറഞ്ഞു, ഈ ദൈവത്തെക്കാൾ വലിയൊരു ദൈവം വേറെ ഇല്ലാന്ന്. അവൻ ചത്തുപോയി. അപ്പൊ അങ്ങനെ അധികാരത്തിന് വേണ്ടി ദുനിയാവിൽ കുറച്ച് ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞവന്മാരുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു, എന്റെ തൃപ്തി നിനക്ക് വേണോ? നീ മുഹമ്മദിന്റെ മുഖത്ത് പോയി തുപ്പ്, കാർക്കിച്ച് തുപ്പ്, അല്ലാതെ രക്ഷയില്ല. ഇദ്ദേഹത്തിന്റെ തൃപ്തി എടുത്ത അവിടുത്തെ മേയറല്ലേ. അങ്ങനെ ഉഖബത്ത് ബിൻ മുഈത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് പോയി കാർക്കിച്ച് തുപ്പുകയാ. പക്ഷേ ആ തുപ്പലുണ്ടല്ലോ, ഫതർജിഉ അലാ വജ്ഹി ഫഹറഖഹു, അവന്റെ ആ തുപ്പല് തിരിച്ചവന്റെ മുഖത്തേക്ക് മടങ്ങി വന്ന് അവന്റെ മുഖം മുഴുവനും കരിച്ച് ചാമ്പലാക്കി കളഞ്ഞില്ലേ. അവൻ നാളെ ആഖിറത്തിൽ വന്ന് വിരല് കടിച്ചിട്ട് പറയുന്ന രംഗം ഖുർആൻ നമ്മളെ അറിയിക്കുകയാണ്. ഇന്ന് കേവലം ദുനിയാവിന്റെ ഒരു പദവിക്ക് വേണ്ടി, ഒരു പ്രതാപത്തിന് വേണ്ടി 10 പേര് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുന്നതിന് വേണ്ടി, ലൈക്ക് അടിക്കുന്നതിന് വേണ്ടി, കുറെ വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധ പ്രവാചകനെയും ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും താറടിക്കുന്ന വൃത്തികെട്ട ജനതയുണ്ടല്ലോ, അവർക്കിതൊരു പാഠമാകട്ടെ. ഹബീബായ തങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവന്റെ മുഖം അല്ലാഹു ദുനിയാവിൽ വെച്ച് കരിച്ചു കളഞ്ഞെങ്കിൽ ഇവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ അവന്റെ വിലാപം പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുകയാ. അവൻ പറയുകയാണ്, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا.
പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആന്റെ ആയത്ത് ഇവന്റെ പേരിൽ ഇറക്കിയതാണ് കേട്ടോ. അതിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട. ഹബീബിനെയും ശരീഅത്തിനെയും ആര് കളവാക്കിയോ, അതിനെ ആര് നിന്ദിച്ചോ, ദുനിയാവിൽ വെച്ചവർ അനുഭവിച്ചേ ചത്തുപോകൂ. പരിശുദ്ധ ഖുർആന്റെ വാക്യമാ വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈ. അഹങ്കാരികളും തമ്മാടികളും നാളെ അവരുടെ വിരലുകൾ കടിക്കുന്ന ദിവസമുണ്ടല്ലോ. യഖൂലു, അവർ പറയുമത്രേ, യാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. പടച്ചവനേ, ഭൗതികമായ രസത്തിനു വേണ്ടി, ഭൗതികമായ പദവിക്ക് വേണ്ടി, ക്ഷണികമായ നൈമിഷികമായ ഒരധികാര കസേരയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെയും ദീനിനെയും തള്ളിപ്പറഞ്ഞവനാണ് ഞാൻ, തള്ളിപ്പറഞ്ഞവളാണ് ഞാൻ. അല്ലാഹുവേ, ലഖദ് അളല്ലനീ അനി ദിക്രി ബഅദ ഇദ് ജാഅനി. പരിശുദ്ധമായ ദീന് അത് സത്യമാണെന്ന് മനസ്സിലായിട്ട് ഞാൻ പിഴച്ചു പോയല്ലോ അല്ലാ. പിശാചിത ഞങ്ങളെ കൈവിട്ട് കളഞ്ഞല്ലോ അല്ലാ. അന്ന് ആ പ്രവാചകനെ ഞങ്ങൾ സത്യസന്ധനായ പ്രവാചകനായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഏകനായ റബ്ബിനെ അവനല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇന്ന് എൻ്റെ വിരലുകൾ കടിക്കേണ്ട ഗതികേട് വരുമായിരുന്നില്ലല്ലോ. ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞത് ദുനിയാവിലെ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ആർക്കെങ്കിലും എതിർക്കാൻ പറ്റുമോ? ദീനല്ല അവർക്ക് വലുത് ഹബീബേ, ദീനല്ല വലുത്. അതുകൊണ്ട് പരിശുദ്ധ ദീനിനെ കളവാക്കി പൈസ ഉണ്ടാക്കുന്നവൻ, പരിശുദ്ധ ദീനിനെയും ഹദീസുകളെയും ഉലമാക്കളെയും പണ്ഡിതനെയും പ്രവാചകനെയും ഒക്കെ സോഷ്യൽ മീഡിയയിലിട്ട് നാണം കെടുത്തിയിട്ട് പണം ഉണ്ടാക്കുന്നവൻ നല്ല രീതിയിൽ ചത്തുപോവില്ല കേട്ടോ, ചത്തുപോവില്ല. പുഴുക്കും. അതാ പറഞ്ഞത് ഖുർആന്റെ ആയത്തായത്. എത്ര സംഭവം ഞാൻ പറഞ്ഞറിയാം, എനിക്കറിയാം. ഞാൻ കണ്ട സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തിനാ പറയുന്നതൊക്കെ? ആലിമീങ്ങൾ ഇതെടുത്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ഹദീസുകൾ ആരുടേതാ? നബിതങ്ങളുടെ റിസാലത്തിന്റെ നബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്. ഉലമാക്കൾ ഇത് പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഉലമാക്കളെ കുറ്റം പറയണ്ട. നമ്മൾ വലിയ തകഞ്ഞവരൊന്നുമല്ല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ കേട്ടോ. യഅതി അലന്നാസി സമാൻ, ഒരു കാലം എൻ്റെ സമൂഹത്തിന്റെ മേൽ സംജാതമാകും. ലാ യുത്തബഉ ഫീഹി അൽ ആലിമു, അന്ന് ആലിമീങ്ങൾ പറയുന്ന വാക്കുകൾ ഈ സമുദായം കേൾക്കില്ല കേട്ടോ. വലാ യുസ്തഹിയാ ഫീഹി മിനൽ ഹലീം, ഉലമാക്കളെ ബഹുമാനിക്കുന്ന ആണും പെണ്ണും അന്നുണ്ടാവില്ല കേട്ടോ. ശരിയല്ലേ? ശരിയാണോ? നിങ്ങളിപ്പോ ഭരണിക്കാവി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ചോദിക്കാൻ പറ്റുന്നില്ല. ഇവിടെ അടുത്തായിരുന്നെങ്കിൽ നിങ്ങളെ മോന്തേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചതിന് ശരിയായിരുന്നോ? ഇങ്ങനൊന്ന് വാതിനൊക്കെ അടുപ്പിച്ചിരുത്തണം. സ്റ്റേജിനോട് ഉസ്താദിനോട് അടുത്തിരിക്കുമ്പോഴേ നമ്മുടെ കൽബും സാമ്യങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ 7 വർഷമൊക്കെ പരിപാടി നടത്തിയ സംഘാടകരല്ലേ? ഇവരോടൊക്കെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുമോ? ഉണ്ടോ ഈ ഹയാത്തോടെ ഉണ്ടോ മൗത്തിലാണോ? ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ബഹറിനപ്പുറത്താണ്. അല്ല, ഹന്തക്ക് യുദ്ധം കേട്ടില്ല. ഹന്തക്ക് ഇത് എന്താ? ഹന്തക്ക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു കുഴി, ഇങ്ങോട്ടാരും വരാതിരിക്കാൻ. അതാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത്. ഈ നഗറിന് നമുക്ക് ഹന്തക്ക് നഗർ എന്ന് പേരിടാം. ഇടയ്ക്കൊരു ഹന്തക്കുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഈ സ്റ്റേജ് അവിടെ ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത ആളുകൾ നമ്മുടെ അടുത്ത് കിട്ടും. അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ പ്രതികരണം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിയാലും ആരും അറിയുന്നില്ല, ബീഡി വലിച്ചാലും ആരും അറിയില്ല, ചാറ്റിയാലും ആരും അറിയില്ല, മെല്ലെ ഫോണെടുത്ത് ചെവി വെച്ചുകൊണ്ട് പാഞ്ഞാലും ആരും അറിയില്ല. ഇത് മുന്നിൽ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കൂല, ഫോൺ വിളിക്കാൻ സമ്മതിക്കൂല, മെസ്സേജ് വിടാൻ സമ്മതിക്കൂല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഈ പറയുന്നത് ചോദിച്ചുകൊണ്ടിരിക്കും, ശരിയോ അപ്പോൾ അവർ പറയും ശരിയാണോ. ഇപ്പം ആരുടെ അടുത്ത് ചോദിക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ വന്നതിന് വേണ്ടി അങ്ങ് പറയാം. കുടുംബജീവിതം വെച്ചിരിക്കുക, കുടുംബമൊക്കെ കേട്ട് എന്ത് ചെയ്യാൻ? വേറെ ജോലിയൊന്നുമില്ലേ?
കുടുംബജീവിതത്തെക്കാൾ ഈ പറയുന്നല്ലേ നല്ലത്. കുടുംബജീവിതം വെച്ചിട്ട് അവന്മാർ വേറെ ആളെ കൊണ്ട് വിളിപ്പിച്ച് പറഞ്ഞു ഉസ്താദിൻ്റെ അടുത്ത് ഇച്ചിരി കടുപ്പം കുറച്ച് പറയണത്. എന്തിനാ പിന്നെ ഇത്ര ത്യാഗം? എനിക്ക് കടുപ്പം കുറച്ചുള്ള പരിപാടി എനിക്കറിയില്ല. എനിക്ക് ഉള്ളത് ഓണം പോലെ പറയുക ആ സിസ്റ്റക്കാരൻ അബൂബക്കർ. അത് എവിടെ ആയാലും ശരി, ഈ കടുപ്പം കുറച്ച് പരിപാടിയോ അല്ല. ഹദീസല്ലേ, ഹദീസ് പിന്നെ അങ്ങനെ കടുപ്പം കുറച്ച് പറയുന്നേ? ഹദീസ് കടുപ്പം കുറച്ച് പറയാൻ പറ്റൂലല്ലോ. ഹദീസിനകത്തുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല എനിക്ക് വേറെ മാറ്റി വെച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടക്കൂല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് പ്രസംഗിക്കുന്നത് പഴച്ച പണ്ഡിതന്മാരാണെന്ന് ഹദീസ് ഞാൻ പറഞ്ഞു. അതാ കേട്ടോളി. ഇദാ റകന ഉലമാഉകും ഇലാ ഉലാതികും ഫഅഹല്ലൗ ലഹും അൽ ഹറാമാ വഹറമു അലൈഹിം അൽ ഹലാലാ ഫഅഫ്തൗഹും ബിമാ യശ്തഹൂൻ. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രസംഗിക്കാനും വഅദ് പറയാനും അവരിഷ്ടപ്പെടുന്നത് പോലെ ഫത്വ കൊടുക്കാനും ഹലാലിനെ ഹറാമാക്കാനും ഹറാമിനെ ഹലാലാക്കാനും ഒരു വിഭാഗം പണ്ഡിതന്മാർ ലോകത്തുണ്ടാകും വരെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാകുന്ന പണ്ഡിതന്മാർ അവർ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചുള്ള വാദം പറഞ്ഞു തരും, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഫത്വ തരും. നിങ്ങൾക്ക് ഹലാലാക്കണമെങ്കിൽ ഹലാലാക്കി തരും, ഹറാമാണെങ്കിൽ ഹറാമാക്കി തരും. ഏത് വേണമെന്ന് ചോദിച്ചാൽ മതി. അയാൾക്ക് എന്തെങ്കിലും കൈമാടം കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇൽമില്ല എങ്കിൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഇൽമ ആവശ്യമാണ്. ഇൽമ ആവശ്യത്തിന് ഇതേപോലുള്ള വാദ് വേണം. ഇതിപ്പോൾ എത്രയോ ചെലവ് ചെയ്ത് നമ്മുടെ ഈ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാർ, ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം പഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇവരെ പിടിച്ചു നിർത്തി ഇതുപോലുള്ള നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വരുമ്പോൾ നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? എല്ലാം പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കൾക്ക് പോലും തന്നെ മക്കളെ കുറിച്ച് ഉത്തരവാദിത്തമില്ല. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാർ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത വാപ്പാമാരൊന്ന് കൈപൊക്ക്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം തൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മക്കളെ നന്നാക്കണേ പടച്ചവനെ, സ്വാലിഹാക്കണേ പടച്ചവനെ, അള്ളാഹു നിന്റെ പൊരുത്തത്തിലാക്കണേ പടച്ചവനെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത വാപ്പമാരുണ്ട്. കൈപൊക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 പേര്. ആരും ചെയ്തില്ല. ചെയ്യാത്ത തന്നെ മറന്നു പോകുന്നതുകൊണ്ട് അശ്രദ്ധ കൊണ്ടുപോകണം. എന്നിട്ട് മക്കൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി. നമ്മൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഇനി അതിന് രണ്ടാമത് കൈപൊക്കാൻ പറയത്തില്ല. എന്നറിയോ? ആരും പൊക്കൂല. എൻ്റെ മകൻ ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കണമല്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരാണോ? പടച്ചവനെ ദുബായിക്ക് പോയിട്ട് ജോലിയൊന്നും ആയില്ല, അല്ല എങ്ങനെങ്കിലും നീ ഒരു ജോലിയാക്കി കൊടുക്കണം. വീട് വെച്ചിട്ടില്ല, അടച്ചോനെ വീടാക്കണം. ഒരു പെണ്ണ് കെട്ടിട്ടില്ല, ഒരു പെണ്ണിനെ കെട്ടണം. 5-6 പോയി നോക്കി, ഒന്നും ശരിയാവുന്നില്ല, ഒന്ന് കബൂലാക്കി കൊടുക്കണം. അല്ല ഒന്ന് റാഹത്ത്. കട ഇട്ടിട്ടുണ്ട് പടച്ചവനെ, അതൊന്നും കച്ചവടമൊന്നും ആയിട്ടില്ല, കസ്റ്റമറിനെ കിട്ടുന്നില്ല, നീ അതൊന്ന് റാഹത്താക്കി കൊടുക്കണം. അല്ല ഈ ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുമ്പോൾ ഈ ചെയ്യുന്ന മക്കൾക്ക് കൊണ്ടുള്ള ദുആയ, ആ ദുആ എവിടത്തേക്ക്? ദുനിയാവിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി. എൻ്റെ മോനെ ഈമാനോടെ നീ മരിപ്പിച്ച് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്തവരുണ്ടോ? ഒന്ന് കൈവക്കാം. അവർ മാത്രമേ വെക്കാവൂ. 4 പേര്. എല്ലാവർക്കും അല്ലാഹ് കൊടുക്കട്ടെ. അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? മക്കൾക്ക് വേണ്ടി ഉസ്താദ് ദുആർക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? അപ്പൊ ഭൂരിപക്ഷവും ആളുകൾ എന്താണെന്നറിയോ? ആഗ്രഹം എന്താ? ദുനിയാവ്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ്. കുറ്റം പറയല്ല കേട്ടോ, ആരെയും കുറ്റം പറയല്ല. എല്ലാവർക്കും അല്ലാഹു നല്ല കൂലിയും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും ബർക്കത്തും ഒക്കെ അല്ലാഹ് തരട്ടെ. നമുക്ക് ദ്വാരക്കാം. നല്ല രാവാണ്. ഞാൻ കുറ്റം പറയല്ല, ഞാൻ ചിന്തിക്കാൻ പറഞ്ഞ സംഭവം ശരിയല്ലേ? ആദ്യം 10, 16, 17 പേര് കൈവക്കി, രണ്ടാമത് പറഞ്ഞപ്പോൾ 4 പേരെ വെക്കി. ശരിയല്ലേ ഉസ്താദ്? നിങ്ങളെ സാക്ഷിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ ചുമ്മാ തള്ളിയെന്ന് പറയും. അതിനാണ് നിങ്ങളെ ഒരാളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. എന്താ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം? ദുനിയാവ് അല്ലേ? ദുനിയാവിന്റെ കാര്യം നടക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവ് ചോദിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവ് അല്ലാഹു തരും കേട്ടോ. ആഖിറം ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ആഖിറം തരും കേട്ടോ. എന്നാൽ ദുനിയാവും ആഖിറവും മിങ്കിളാക്കി ചോദിച്ചാൽ ഇത് രണ്ടും അല്ലാഹു നിങ്ങൾക്ക് തരും കേട്ടോ. അതിൽ ഒരു കുറവും അല്ലാഹു വരുത്തുകയില്ല കേട്ടോ.
فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അല്ലാഹുവേ, ദുനിയാവിലും നന്മ നീ ഞങ്ങൾക്ക് നൽകണേ, ആഖിറത്തിലും അതേപോലെ നന്മ നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എക്സ്ട്രാ നമ്മൾ ചോദിക്കുകയാണ്, വഖിനാ അദാബന്നാർ. നാളെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ആരാണോ അങ്ങനെ ദുആ ചെയ്യുന്നത്, ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ. അവർ വന്നതുകൊണ്ടും അവർ അറഫയിൽ നിന്നതുകൊണ്ടും അവർ പ്രയത്നിച്ചത് കൊണ്ടും അവരുടെ ദുആ കൊണ്ടും അവർ ചോദിച്ചത് കരസ്ഥമാക്കി, അവർ കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലം അവർ സ്വന്തമാക്കി. രണ്ടും അല്ലാഹു കൊടുത്തു. ചിലര് ദുനിയാവേ ചോദിക്കുള്ളൂ, ദുനിയാവ് കൊടുക്കും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വഹാബാക്കളോട് പറയുകയാ, ഹിജ്റാക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ. അവിടെ ഒരു കാമുകനും കാമുകയുണ്ടായിരുന്നു. ഭയങ്കര പ്രണയമാണ്, കൈവിട്ട പ്രണയം, ഒരു രക്ഷയുമില്ല. അവൾ അവനോട് വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ എല്ലാവരോടും ഹിജ്റയ്ക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാ, അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ വാപ്പായും ഉമ്മായും ഒക്കെ പോവുകയാ, നീയും ഞങ്ങളുടെ കൂട്ടത്തി വരണേ, മദീനയിൽ പോയി പെണ്ണ് കെട്ടാം. അങ്ങനല്ലേ അങ്ങനെയല്ല നമ്മൾ ഇവിടുന്ന് കാമുകന്മാർ ഇവളെല്ലാം അറിയിച്ചു കൊടുക്കുക രഹസ്യമായിട്ട്, നാളെ ഞങ്ങളൊക്കെ ദുബായിക്ക് പോവാ, നീ ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞ, പ്ലീസ് ചേട്ടാ എൻ്റെ ചക്കര എല്ലോടെ കഷ്ടമല്ലോടെ നീ എന്നെ വിട്ടിട്ട് പോകല്ലോ, നീ എന്നെ കൂടെ പോ, ഞാൻ വേണമെങ്കിൽ വിസയുടെ പൈസ ഒക്കെ തരാം, ഗൂഗിൾ പേ തന്നാൽ മതി, അടിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഈ പ്രേമം മൂത്ത പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് മൂത്ത് കഴിഞ്ഞാൽ വലിയൊരു സാധനമായിട്ട് മാറി. ലൈവ് ഇരിക്കുന്നുണ്ട് പറയാൻ പറ്റൂല, അല്ലെ ഞാൻ പറഞ്ഞു തന്നെ. ലൈവൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇച്ചിരി പിടിച്ചൊക്കെ സംസാരിക്കില്ല. എന്തിനാ വെറുതെ ഇട്ട് പിത്തനെയും പേടിച്ചിട്ടൊന്നല്ല, ചുമ്മാ നബി തങ്ങളുടെ അതിലിട്ട് അലക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞറിയുണ്ടോ, അന്നും പ്രണയത്തിന്റെ പേര് ഹിജ്റ. ഇന്ന് ഹിജ്റ അല്ലേ? ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നാട് വിട്ട് യാത്ര. ഇന്ന് എത്ര എണ്ണം ഒളിച്ചോടുന്നു, അതായത് ഒളിച്ചോടും. അത് പിന്നെ ഒളിച്ചല്ല ഓടിയത്, അത് അവിടെ നിന്നിട്ട് ആ ദാറുൽ കുഫറിൽ നിന്ന് ദാറുൽ ഇസ്ലാമിലേക്ക് പോവാണ്. ഇന്നത്തെ ഈ ഹിജ്റ എന്ന് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ മൻ ഹജറ മിനൽ ഹറാമി ഇലൽ ഹലാൽ, ഹറാം വിട്ട് ഹലാലിലേക്ക് ഹിജ്റ പോവാ, അതാണ് ഹിജ്റ ഇന്നത്തെ സാഹചര്യത്തിൽ. അല്ല നമ്മളിവിടെ നിന്നിപ്പം പാണ്ടക്കെട്ടും തൂക്കിക്കൊണ്ട് അങ്ങോട്ട് ഓടാനാണ്. ഹലാലായ കാര്യങ്ങളിലേക്ക് ഹറാമിൽ നിന്ന് ഹിജ്റ പോവാ, അതാണ് ഏറ്റവും വലിയ ഹിജ്റ. ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പറ്റുമോ? ആർക്കെങ്കിലും ഹിജ്റ പോകാൻ പറ്റുമോ? ധൈര്യം ഉണ്ടോ ഈ ഹിജ്റ ചെയ്യാൻ? എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് പോകാൻ പറ്റുമോ ഹിജ്റ? അതാണ് ഒറിജിനൽ ഹിജ്റ. പറ്റുമോ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആ പെണ്ണ് പറഞ്ഞത് ആരോ നബി തങ്ങളുടെ ചെവിയിലെത്തിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാക്കളെ, ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ റസൂലിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിജ്റ ചെയ്താൽ തീർച്ചയായും അവർക്ക് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കരസ്ഥമാക്കാം. ഫമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയാ, ഇനി മക്കയിൽ നിന്ന് മദീനയിൽ പോയി കച്ചവടം ചെയ്ത് നമുക്ക് അവിടെ ജീവിക്കാം എന്ന് ദുനിയാവ് ലക്ഷ്യമിട്ട് ആരെങ്കിലും ഹിജ്റ ചെയ്താൽ യുസീബുഹാ, അവർക്കവിടെ വലിയ മുതലാളിയായി മാറാൻ കേട്ടോ.
മറിച്ച് ഫമൻ കാനത് ഹിജ്റതുഹു ഇലംറഅത്തിൻ, ആരെങ്കിലും ഒരാള് ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് ആ മദീനയിലേക്ക് അവൾ പോകുമ്പോ അവളുടെ പിന്നാലെ ഹിജ്റ പോകുന്ന പോലെ പോയിട്ട് അവളെ പ്രണയിച്ച് കല്യാണം കഴിക്കാനാണ് ലക്ഷ്യമിട്ട് പോകുന്നതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ ഉദ്ദേശിച്ചതുപോലെ യതസവ്വജുഹാ ഔ യുൻകിഹുഹാ, ആ പെണ്ണിനെ അവൻ കല്യാണം കഴിക്കും കേട്ടോ. പക്ഷേ അല്ലാഹുവിനെയോ അവന്റെ റസൂലിനെയോ അവർക്ക് ലഭിക്കില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, മനുഷ്യൻ എന്താണോ അവൻ നിയ്യത്ത് വെച്ച് കരുതിയത് അത് മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതിനപ്പുറം ഒന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. പെണ്ണിനെ ലക്ഷ്യമിട്ട് ഹിജ്റ ചെയ്തവന് പെണ്ണ് കിട്ടും, കച്ചവടം ലക്ഷ്യമിട്ട് ഹിജ്റ ചെയ്തവന് കച്ചവടം കിട്ടും. അല്ലാഹുവിനെ വേണം റസൂലിനെ വേണം എന്ന് നിയ്യത്ത് ചെയ്ത് ഹിജ്റ ചെയ്തവൻ ആരാണോ അവർക്ക് അല്ലാഹുവിനെ ലഭിക്കും, ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ലഭിക്കും കേട്ടോ. നബീന റസൂലുള്ളാഹി. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾ ഈ വാള് വന്നതിന്റെ ലക്ഷ്യം എന്താ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വാളിന് വന്നത്? ഇപിയെ കാണാനാണോ അല്ലെ കുറച്ച് ഇൽമു കേൾക്കാനാണോ? നമ്മൾ ചിന്തിക്കാം. നമ്മൾ മുണ്ട കൊടുത്ത് നടക്കുന്ന പറഞ്ഞാൽ പോലും ഒരു മനസ്സിലാവില്ല. ഫാൻസ് ഫാൻസ് ഇപി ഫാൻസ് അങ്ങനെ കുറെ. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ നമ്മുടെ പേരുകൾ ഫാൻസും കൂൺസും ഒക്കെ ഉണ്ടാക്കിയിട്ട് നാളെ ആഖിറത്തിൽ പോയിട്ട് ഇയാൾ ഇപിയുടെ ഫാനല്ലേ അയ്യടുത്ത് പോയി ചോദ്യം പറയുമ്പം നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മളവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠിച്ചോ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്തുക അല്ലാതെ നമ്മുടെ തങ്ങന്മാരില്ല ആരും റബ്ബെ നാളെ ആഖിറത്തിൽ വന്നിട്ട് നമ്മളാരും ഫാൻസ് നിൽക്കറും വേണ്ട, നമുക്ക് ആ പരിപാടിയില്ല. എല്ലാവരുടെ വാഴും നമ്മൾ കേൾക്കണം, ഏത് സംഘടനയുടെ വാഴും നമ്മൾ കേൾക്കണം. ഇൽമാണ് പറയുന്നെങ്കിൽ കേൾക്കണം. ഞാൻ പറഞ്ഞ അതാണ്. അതിൽ നിങ്ങൾ ഫബശ്ശിർ ഇബാദില്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനാ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നബിയേ, ചില ദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അവർ നല്ലത് കേട്ടിട്ട് നല്ലത് തെരഞ്ഞെടുത്തവരാണ് കേട്ടോ. അവരാണ് ഹിദായത്ത് പ്രാപിച്ചവർ, അവരാണ് വിജയം വരിച്ചവർ. എല്ലാവരുടെ വാത് കേൾക്കണം. എന്നിട്ട് നമുക്ക് അള്ള ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. നല്ലതെന്നുണ്ടെങ്കിൽ കേൾക്കും, കൊള്ളാത്തതങ്ങൾ മാറ്റിവെക്കും. കളിയാക്കാൻ പോണ്ട. ഖുർആന്റെ വാക്കല്ലേ ഇത്? ഞാൻ ഖുർആൻ ഓതിട്ടല്ലേ ഇങ്ങടുത്ത് പറയുന്നത്. അല്ല അയാൾക്ക് വേണ്ടി പ്രത്യേക ഫാന്, ഇയാൾക്ക് വേണ്ടി പ്രത്യേക ഫാന്, ആ പരിപാടി ഇസ്ലാമിലില്ല. ഇത് ജാഹിലികൾ ഉണ്ടാക്കിയതാണ്. ഇത് മുശ്രിക്കീങ്ങൾ ജൂതന്മാര് കൊണ്ടുവന്നതാണ്. ജൂതന്മാരുടെ ശൈലിയാണ്. ജൂതന്മാരെ മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഈ മുസ്ലിം സമുദായത്തെ യുദ്ധം ചെയ്ത് നശിപ്പിച്ച് കൊന്നുകളയാൻ പറ്റൂല. മുസ്ലിം സമുദായത്തെ നശിപ്പിക്കണമെങ്കിൽ ആദർശപരമായി അവരെ നശിപ്പിക്കണം. ആദർശപരമായി അവർ നശിച്ചെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കുറെ എണ്ണത്തെ കൊന്നുകളഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊല്ലാനും ചാവാനും അവർ തയ്യാറാണ്. തീയിലിട്ടാലും അവർ വെന്തുരുക്കാൻ തയ്യാറാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവരുടെ കൽബിന്റെ ഉള്ളിലുള്ള ചിന്ത അവർ മാറ്റാൻ തയ്യാറാവൂല. നമുക്ക് വേണ്ടത്, ജൂതന്മാര് തീരുമാനമെടുത്തു, നമുക്ക് വേണ്ടത് എന്താണ്? ഇവന്റെ ആദർശത്തിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല എന്ന ചിന്ത മാറ്റിയെടുത്തിട്ട് ഞാൻ ഇന്നവന്റെ ആരാധ്യനാണ്, ഞാൻ ഇന്നവന്റെ ആരാധകനാണ്, ഞാൻ ഇന്നവന്റെ ഫാനാണ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ കൊണ്ടുവരണം. ജൂതന്മാര് വർഷങ്ങൾക്ക് മുമ്പെടുത്ത പണിയാണ്. അൽഹംദുലില്ലാ, അതിപ്പോ യാഥാർത്ഥ്യായില്ലേ? ജൂതന്മാർ അന്നെടുത്ത പണിയാണ്. മുസ്ലിം സമുദായം ഇപ്പൊ നമ്മളെ ആരെങ്കിലും കൊല്ലാതെ നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊന്നോടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ആരുമില്ല, ഉറപ്പാണ്, നീ കൊന്നോ. വഇൻ ഉദ്ദിബ്ത ഔ ഹുർരിഖ്ത, നിന്നെ കൊന്നാലും വേദനിപ്പിച്ചാലും അല്ലാഹു അല്ലാതെ ആരാധ്യൻ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്കാണ് നാളെ ആഖിറത്തിൽ ഗുണം. പക്ഷേ ഈ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സ്ഥാനത്ത്, ആരാധനക്കർഹൻ അല്ലാഹു എന്ന് പറയുന്ന സ്ഥാനത്ത് എന്റെ ആരാധ്യൻ മെസ്സി, എന്റെ ആരാധ്യൻ എംബാപ്പെ,
എന്റെ ആരാധ്യൻ നെയ്മർ, എന്റെ ആരാധ്യൻ റൊണാൾഡോ. ആ അവസ്ഥയിലേക്ക് ഖൗമ് മാറിയില്ലേ? ഫാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവന്റെ ആരാധകനാണ് ഞാൻ എന്നല്ലേ എന്റെ അർത്ഥം. ഫാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നശിച്ചവൻ എന്ന അർത്ഥം. ദുനിയാവിൽ ഇവിടെ വെച്ച് ഇംഗ്ലീഷിൽ ഫാൻ ആക്കി. നമ്മൾ മനസ്സിലാക്കണം, ഈ ഫാൻ ഞാൻ ഇന്നാളിന്റെ ഫാനാണ്, ഇന്നാളിന്റെ ഫാനാണ്, ഇന്നാളിന്റെ ഫാനാണ്. അങ്ങനെ ഒരു ഫാനില്ല ലോകത്ത്. അങ്ങനെ ഒരു വാക്ക് നമ്മുടെ നാവിൽ വന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കാണത്. ഞാൻ മെസ്സിയുടെ ഫാനാണെന്ന് പറയാൻ, ഞാൻ ഒരുപാട് സ്ഥലത്ത് വാതിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകുമ്പോൾ കൊച്ചു കുട്ടികളെ ഓതി തലിക്കൊന്ന് പിടിച്ചൊന്ന് ഓതി ഊതി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കടാ, നീ ആരുടെ ഫാനാ? ചുമ്മാ ചോദിക്കാം. ഞാൻ മെസ്സി ഉസ്താദ്. അങ്ങനെയുണ്ട്. കൊച്ചുകുട്ടി പറയാണ്, 10 വയസ്സ്. ആരുടെ ഫാൻ? ആ കുട്ടി പറയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ നമ്മുടെ കുട്ടി ധരിക്കുന്ന ജേഴ്സി, ആ തുണി, ആ ടീഷർട്ട്, മെസ്സി നമ്പർ 10. ഇതിട്ടിട്ടല്ലേ പള്ളിക്ക് വരുന്നത്, ഇതിട്ടിട്ടല്ലേ മദ്രസയ്ക്ക് വരുന്നത്, ഇതിട്ടിട്ടല്ലേ ജുമാക്ക് പോണത്, ഇതിട്ടിട്ടല്ലേ വാതിന് വരുന്നത്. ആരെ പിൻപറ്റി? ഹദീദ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറുതെ അല്ല, ഹദീദ് കേട്ടോ, നിങ്ങൾ കേട്ടോ. ഞാൻ ഹദീദ് പോയി പറഞ്ഞുതരാം. കുടുംബവും ഗോത്രമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർ. ഇപ്പൊ കുടുംബവും ഗോത്രം കേട്ടിട്ട് എന്ത് കിട്ടാൻ? കുടുംബം വേണമെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞുതരാം. അതൊന്നും ഒരു വിഷയമുള്ളതല്ല. കുടുംബമല്ല വലുത്, ഇതല്ലേ കേൾക്കണ്ടേ? എന്തേ കുടുംബം പറയണോ? നമുക്ക് മനസ്സിലാക്കാത്തതുണ്ട് നമ്മുടെ കൗമ് പോകുന്ന പോക്ക്. എന്തുകൊണ്ട് ഇവിടെ ആള് കുറഞ്ഞു? എന്തുകൊണ്ട് ഇവിടെ നല്ല വഅലിന്റെ സദസ്സ് ഈ ഉമ്മത്തിന് ഇഷ്ടമില്ലാതായത് എന്ത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് വഅലിന്റെ സദസ്സ് ഇൽമു കേൾക്കാൻ താല്പര്യമില്ലാത്തത് എന്താണ്? എന്തുകൊണ്ട് ഇൽമു കേൾക്കാൻ എന്റെ കൗമിന് വേണ്ട, താല്പര്യമില്ല? അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ വാത് കേൾക്കാൻ വേണ്ടി വരും. അങ്ങനെ ചില ആളുകളുണ്ട്, സംഘാടകർ. അതിനായത്തുണ്ട്, അതീതുണ്ട്, അതിനുണ്ട് അതീത്. ട്യൂണും ഈണവും നോക്കിയിട്ട് വാത് കേൾക്കാൻ വരികയും ഇമാമിനെ അങ്ങനെ കമ്മിറ്റിക്കാർ പള്ളിയിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മത്തക്കൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓതണോ? ഞാൻ ഓതണോ? കമ്മിറ്റിക്കാർക്ക് അതാണ് ആവശ്യം. കമ്മിറ്റിക്കാർക്ക് വേണം. ജുമാക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യാൻ കൊണ്ടുവന്നു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി. ഫാത്തിഹ ഓതാൻ അറിയാത്ത പ്രസിഡന്റാ. എന്തോ പച്ചജാതി ഫാത്തിഹ അയാളെടുത്താൽ മതി. അവന്റെ ജീവിതത്തിൽ ഈ ഫാത്തിഹയുടെ അർത്ഥം ഹത്തീമിനറിയില്ല. സംഭവം ഹത്തീമിനറിയില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചില ആളുകൾ പ്രഭാഷണം നടത്തുമൊക്കെ നമ്മൾ ആരെയും കുറ്റം പറയല്ല, നമ്മൾ അതിനുള്ള അർഹതയില്ല. വിനീതമായി എൻ്റെ ഒരു അപേക്ഷയാണ്, വിനീതമായി. ഞാനും ഈ വെളിവില്ലാത്ത സാധനം പ്രസംഗിച്ചു നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ പാവപ്പെട്ട ഈ ഇരിക്കുന്ന ആളുകൾ രാത്രി ഉറക്കം ഒഴിച്ച് അവരുടെ ജോലിയും കളഞ്ഞിട്ട് ഒരു ഉസ്താദ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾ എന്തെങ്കിലും ഒരു ഇൽമു കിട്ടട്ടെ എന്നുള്ള നിയത്തിലാണ്. ചങ്ങാതിമാരുടെ ബാലെന്ന് പറഞ്ഞ എൻ്റെ പൊന്ന ഹബീബേ, ഒരു മൊയ്ലിയാർ പ്രസംഗിയാണ്. ഫാത്തിമ ബീവിയുടെ മയ്യത്ത് നബിതങ്ങൾ എടുത്ത് ഖബറിലേക്ക് വെക്കുമ്പോ കണ്ണിൽ നിന്ന് ധാരധാരയായി. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാന്നറിയോ? നമുക്ക് ഫാത്തിമ ബീവിയാണോ ആദ്യം മരിച്ചത്, നബിയാണോ ആദ്യം മരിച്ചെന്നുള്ളത് നമുക്ക് ബോധമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് എൻ്റെ പറഞ്ഞ എന്താന്ന് മനസ്സിലാവാത്തത്. നബിതങ്ങളാണോ ആദ്യം വഫാത്തായത്, ഫാത്തിമ ബീവിയാണോ ആദ്യം വഫാത്തായത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഉസ്താദി പറഞ്ഞത് എന്താ കുഴപ്പം? ഫാത്തിമ ബീവിയുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചപ്പോൾ നബിതങ്ങൾ കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഉസ്താദ് നല്ലതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. ആ ലിമികൾ അതേ മനസ്സിലാക്കാൻ പറ്റുമോ? ഫാത്തിമ ബീവി വഫാത്താവുന്നതിന് 6 മാസം മുമ്പേ നബിതങ്ങൾ വഫാത്തായി. പ്രഭാഷകന്റെ പ്രഭാഷണം എങ്ങനെയാണ്? ഫാത്തിമ ബീവിയുടെ മയ്യത്തെടുത്ത് ഖബറിലേക്ക്. ഇപ്പൊ ചിരിക്കുന്നുണ്ടാ? ഇപ്പൊ സംഭവം മനസ്സിലായ? ഫാത്തിമയുടെ മയ്യത്തെടുത്ത് ഖബറിലേക്ക്. പാവപ്പെട്ട ഈ പൊട്ടന്മാര് കഷ്ടല്ലേ? ഈ 10-12 വർഷമൊക്കെ നമ്മൾ ഇൽമു പഠിച്ചിട്ട് എത്രയോ സഹിയായത്, എത്രയോ റാഹത്തായ ഹദീസ്, ഒരു സംശയമില്ലാത്ത കിതാബുകളുണ്ട്. അതും ഒന്ന് നോക്കി ഈ പാവപ്പെട്ടവർക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഈ പാതിരാത്രി വന്നിരിക്കുന്ന ഈ സാധുക്കളായ ജനങ്ങൾക്ക് ഈ ഇല്ലാത്ത കള്ളത്തരം പൊള്ളത്തരങ്ങളും ഈ മൗലൂആത്തുകളും ഈ രസത്തിന് വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി എന്തിനു പറയണം? ആർക്ക് കേൾക്കാൻ? ഇവർക്ക് പ്രശ്നമില്ല. നാളെ ഈ സാധുക്കളായ ഉമ്മത്ത് നേരെ കയറിപ്പോവും. ഈ ബടബട അടിച്ചുവിട്ട മൊയ്ലിയാറുണ്ടല്ലോ,
എന്താണ് നീ പറഞ്ഞാരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ മേൽ ആരെങ്കിലും ഒരു കളവ് കെട്ടിച്ചമച്ചാൽ അവന്റെ സങ്കേതം നാളെ നരകമാണെന്ന കാര്യം മറന്നു പോകണ്ട കേട്ടോ. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ മേൽ ഞാൻ പറയാത്ത ഒരു കള്ളത്തരം അത് നബിയാണ് പറഞ്ഞതെന്ന് ഹദീസായിട്ട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ സങ്കേതം നാളെ താവളം നരകമാണെന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഖിയാമത്ത് നാളിന്റെ അടയാളവുമായി ബന്ധപ്പെടുത്തി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ കുറെ ആലിമീങ്ങൾ ഉണ്ടാകും കേട്ടോ. നശഉൻ യകൂനൂന ബഅദി, എനിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ്. യത്തഖിദൂനൽ ഖുർആന മസാബീറാ, പരിശുദ്ധമായ ഖുർആൻ അവർ ഇമ്പത്തിലും ഈണത്തിലും പാട്ടുപോലെ പാരായണം ചെയ്യുന്നവരായിരിക്കും. ലാ യുഖദ്ദമൂൻ, പക്ഷേ ആ ജമാഅത്തിലെ ഭാരവാഹികൾ ആലിമീങ്ങളെ ഫഖീഹുകളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയില്ല. യത്തഖിദൂന ലിസ്സലവാത്തിൽ ഖംസി, അവർ 5 നേരം നമസ്കാരത്തിന് വേണ്ടി ഇവരെ അവരോധിക്കുകയാണ്. ബിസ്സൗതി, അവരുടെ ശബ്ദത്തിന്റെ വശീകരണത്താൽ. ശബ്ദം അടിപൊളി. ജുമാ കഴിഞ്ഞാണ്ട് ചോദിക്കൂലേ കമ്മിറ്റിക്കാരൻ ആൾക്കാരെ, ഇന്നത്തെ ആളെ അങ്ങനെയുണ്ട്, സൂപ്പർ അടിപൊളി, അയാളെ സെലക്ട് ചെയ്യണം കേട്ടോ. അയാളെ സെലക്ട് അയാളെ അങ്ങനെ ഇനി മാറ്റിയ കമ്മിറ്റി ഓഫീസിലെ അടിച്ച് പൊടിച്ച ദൂരങ്ങളെ പറഞ്ഞു. സംഭവം എന്താ, അടിച്ച് പൊളിച്ചങ്ങോട്ട് 2 കീച്ചങ്ങോട്ട് കീച്ചി. അവർക്ക് ഫിഖ് ഇല്ല, ഇൽമില്ല, പക്ഷെ അതൊന്നും അവിടെ പ്രശ്നമല്ല. നല്ല സ്വരമാധുര്യത്തോടെ പ്രസംഗിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തു. അങ്ങനെയുള്ളവരെ ഇമാമത്തിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലം വരാതെ ലാ തഖൂമുസ്സാഅ, ലോകമസ്തമിക്കില്ല സഹാബാ. അത് ശരിയല്ലേ? നിങ്ങളിപ്പോൾ വാള് പറയണമെങ്കിൽ തന്നെ നീട്ടി ശ്വാസം വിടാതെ കാസർഗോഡ് പോകുമ്പോൾ 2 നിബന്ധനയാണ് അവർ വാളിന് വെക്കുന്നത് കാസർഗോട്ടുകാർ. ഒന്ന്, ചെവിയിൽ കൈ വയ്ക്കണം, ഇങ്ങനെ കൈ വെച്ചോണം, അതാണെങ്കിൽ അടിച്ച് പിടിക്കുക നല്ല സൗണ്ട്. 2ാമത് ശ്വാസം വിടാതെ പ്രസംഗിച്ചോണം. അപ്പം മയങ്ങി വിടാം. ആംബുലൻസ് ഉണ്ട് ഉസ്താദെ, ആംബുലൻസ് ഉണ്ട്. അവിടെയൊക്കെ വാതിനാകുമ്പോൾ ആംബുലൻസ് ഉണ്ട് അവിടെ. ശ്വാസം വിടാതെ പ്രസംഗിക്കണം. 2 കൈ ഇങ്ങനെ വയ്ക്കണം തരാം. ഞങ്ങൾ കണ്ടില്ല കാസർഗോഡത്തെ പ്രസംഗങ്ങളൊക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. അവർ പറഞ്ഞത് തമാശ അറിയല്ല, നിങ്ങൾക്ക് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചത്, വെറുതെ അറിയല്ല. പിന്നെ നമ്മൾ പിന്നെ പണ്ട് പോലെ ഇങ്ങനെ ഇരുന്നിങ്ങനെ ഈ ലോക്കലി പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു നിബന്ധന വെക്കാറില്ല ആരും കേട്ട. അങ്ങനെയാണ് പുതിയ പ്രാസംഗന്മാരൊക്കെ. അതുകൊണ്ട് ഇവന്മാർ പാവം ഈ നബിതങ്ങൾ ഫാത്തിമ ബീവിയൊക്കെ കവറിൽ ഇറക്കുന്നൊക്കെ അറിയാതെ വന്നു പോകുന്ന വെച്ച് അടിച്ച് വിടടങ്ങ്. കാരണം സ്റ്റോപ്പില്ല വണ്ടി. സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ്, ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പേ ഉള്ളത്, ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പാണ്. അടിച്ചങ്ങോട്ട് വിടുകയാണ്, അടിച്ചങ്ങോട്ട് വിടുകയാണ്. എന്തിന് നമ്മളിപ്പോൾ ആളുകളെ സൂചിപ്പിക്കാനൊക്കെ, എന്തിനിപ്പോൾ നമ്മളങ്ങനെ പ്രസംഗിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ്? ഇതൊക്കെ എനിക്കൂടെ ബാധ്യതയാണ്. ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറയല്ല, എൻ്റെയാണ് ഇതിൽ. ഞാൻ ഒരാലിമിനെ കുറ്റം പറയാൻ എനിക്ക് അവകാശമില്ല. എനിക്ക് വിനീതമായി ഇപ്പോൾ ഒക്കെ ഇറങ്ങുന്ന ഞാൻ ഇന്നലെയൊക്കെ ഞാനൊക്കെ ഈ പണ്ഡിതന്മാരുടെ സന്നദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തു. ഞാൻ അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുത്ത ഉപദേശമാണ്, നിങ്ങളൊരു പ്രാസംഗികനാവാൻ ഒരിക്കലും ഇൽമു ഓടിക്കാൻ പാടില്ല. ഞാനിത് എങ്ങനെ ഇത് വെച്ച് കെട്ടുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇത് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണ്ട, ജീവിക്കാൻ അതിൻ്റെ ഒരു പരിപാടി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ബാക്കിയൊക്കെ ദഅവത്ത് ചെയ്യുക. അല്ലാതെ കണ്ട് നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ എന്താ, ഒരു നാട്ടിൽ പോയാൽ ഒരു പ്രസംഗകന്റെ അരികിലേക്ക് ഒരു പണക്കാരൻ വന്നാൽ ആ പണക്കാരനെ പൊക്കിപ്പറയാതെ 10 രൂപ അവൻ തരൂല. ഇന്നിപ്പോ ഇവിടെ ഒരു പരിപാടി നടക്കാണ്. പാവപ്പെട്ടവരാണ് സുഹൃത്തുക്കളെ, പാവപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടി ഒരു 2000 രൂപ ഞങ്ങൾ തരണം. ഞാൻ ചോദിക്കും ലാസ്റ്റ്, അപ്പൊ എത്ര പേര് തരണം അറിയാം. സാധുക്കളായ ആളുകൾ ചിലപ്പോൾ തരും. പണക്കാരന്മാരാവും തരണമെങ്കിൽ എന്ത് ചെയ്യണം?
സുബ്ഹാനല്ലാഹ്. ഈ ഇരിക്കുന്ന ജബ്ബാർ ഹാജി ആരെന്നറിയോ? ജിബ്രീലിന് ശേഷം അള്ളാഹു ഇദ്ദേഹത്തെയാണ് നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിറക്കി തന്നത്. ഇദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടൊക്കെ എന്നേ കത്തിച്ചാമ്പലാകുമായിരുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ള കൊടുത്ത ഹൗദുൽ കൗസർ നിങ്ങൾ വീട്ടിൽ പോയാൽ കാണാം. സുബ്ഹാനല്ലാഹ്. ഒരു 5000 കൊടുക്കാൻ വന്നാളാ ഉസ്താദ്, ഒരു 50,000 എന്നെ എഴുതിക്കോളാൻ പറയും. അവിടെ ഹൗദുൽ കൗസർ എങ്ങനെ ഉണ്ട്? അടിപൊളിയായി. മാഷാ അല്ലാഹ്. വഉള്ളിമ റബ്ബുൽ മാലി ലിമാലിഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഉള്ളിമ റബ്ബുൽ മാലി ലിമാലിഹി. ഒരു കാലം വരും അന്ന് പണ്ഡിതന്മാര് സമ്പന്നന്മാരെ സമ്പത്തിന് വേണ്ടി പൊക്കി പറയുന്ന കാലം വരും അത്രേ. നബിന റസൂലുള്ളാഹി. ഞാനടക്കം കേട്ടോ, പിന്നെ ഞാനടക്കം എന്റെയും കൂടെ പറയും. എൻ്റെ കാര്യം പറ. ഒരു വിരലേ ഉള്ളു നിന്റെ മുഖത്തേക്ക്, ബാക്കി 3 എണ്ണം ഇങ്ങോട്ടാ. ഒരു വിരലേ ഉള്ളു നിന്റെ നേർക്ക്. സമ്പന്നന്മാരുടെ സമ്പത്തിനു വേണ്ടി ആലിമീങ്ങൾ അവരെ പൊക്കി പറയണം. നോക്ക് സ്പഷ്ടമായിട്ട് നബി പറഞ്ഞ എങ്ങനെ? അവരോടുള്ള സ്നേഹം നമ്മള് കാപട്യത്തിന്റെ ഭാഷയിൽ പറയും. ശരിയല്ലേ? നമ്മക്കിപ്പോ ജബ്ബാർ ഹാജിയോട് വല്ല സ്നേഹവും മഹബത്തും വല്ല ഉണ്ടാ? അയാളെ നമ്മൾ വന്ന് പൊക്കുവോ? ആ ഹാജിയാരെ നിങ്ങളെന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ്, നിങ്ങൾ ആരാപ്പ? അല്ലാഹുവേ, അല്ലാഹേക്കാൾ വലിയ ആളെന്ന് പറയാതെ തന്നെ നന്നായി. ഇങ്ങനെ അവൾ പറയും. നിഫാഖൻ, കാപട്യത്തിന്റെ സ്വരത്തിൽ നമ്മൾ അദ്ദേഹത്തെ പൊക്കി പറയാ. ഹത്താ യതവസ്സലൂ ഇലാ അഖദിൽ അംവാലി മിൻഹും. അവരിൽ നിന്ന് പൈസ നമ്മുടെ കൈകളിലേക്ക് വരുന്നത് വരെ അവരെ പൊക്കി പറയുന്ന പണ്ഡിതന്മാര് ലോകത്ത് വരാതെ ലാ തഖൂമുസ്സാ, ലോകമസ്തമിക്കില്ല കേട്ടോ. ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ ഈ വമ്മിക്കുട്ടി അസർത്തൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം പറയും 1 കോടി രൂപ എന്നാൽ അവൻ്റെ പേര് പറഞ്ഞ് ഞാൻ ദ്വാരക്കൂല എന്ന് പറയും. നല്ല മഹാന്മാരുണ്ട്. പക്ഷെ നമ്മൾ പറയാതിരുന്ന, നീ ഇപ്പോൾ 2000 രൂപ തരുമ്പം അബൂബക്കർ ഇവിടെ ഇരുന്ന് 20,000 രൂപയുടെ ദുആ ചെയ്തെങ്കിൽ അടുത്ത ഒരു 2000 ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പൊ കാണാൻ പോകുന്ന കണ്ടോണം, ചോദിക്കുമ്പോൾ പിരിക്കുമ്പോൾ അറിയാം. 2000 രൂപ തരാൻ വേണ്ടി എൻ്റെ മൂലം എത്ര നക്കണം എന്നറിയോ? എന്തിനാണ് സംഭവം? ഇതൊക്കെ ദുനിയാവിൻ്റെ അവസ്ഥയാണ്. നമ്മളൊരു വാൾവ് വെക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? ഉസ്താദേ, ഒരു പെണ്ണിനെ കെട്ടിക്കണം, അല്ലെങ്കിൽ ഒരു മദ്രസ കെട്ടണം, ഒരു പള്ളി കെട്ടണം. ഞാൻ നേരത്തെ ദുആടെ കാര്യം പറഞ്ഞല്ലേ, വല്ലാഹി ഉമ്മത്ത് അന്നാവണമെന്നും പറഞ്ഞ് ഇന്ന് വരെ ഒരാൾ വാതിലടിച്ചിട്ടില്ല. ഉണ്ടോ? തുലോം തുച്ഛം, പിരിവൊന്നുമില്ല, നല്ല വാത് പറയണം. അൽഹംദുലില്ലാഹ്. തുലോം തുച്ഛം, തുലോം തുച്ഛം. ബാക്കി കൂടുതലും പെണ്ണിനെ കെട്ടിക്കണം, വീട് വെക്കണം, പള്ളി കെട്ടണം, മദ്രസ. അതുകൊണ്ട് വാളുകൊണ്ട് എന്ത് സംഭവിച്ചു? പള്ളികളുടെ മിനാരങ്ങൾ ഉയർന്നു, മദ്രസകൾ കെട്ടിപ്പൊക്കപ്പെട്ടു, ധാരാളം വീടുകള്, ധാരാളം മക്കള്. അൽഹംദുലില്ലാഹ്, റാഹത്തായി. സമുദായം ഇന്നും പഴയ കസേരയിൽ തന്നെയാണ്. വല്ല മാറ്റമുണ്ടോ? കോകര് സംഭവിക്കാൻ റാഹത്തല്ലേ? പള്ളി റെഡിയായി, മദ്രസ റെഡിയായി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി, എല്ലാം സഹായിക്കും. പക്ഷെ നമുക്ക് ഇൽമ പരമായിട്ട് വല്ലതും കിട്ടിയോ? നമ്മളിപ്പോഴും മെസ്സിയുടെ പുറകിലല്ലേ? അല്ലേ? നമ്മുടെ മക്കൾ അവന്റെ പിറകിലല്ലേ? നമ്മളൊക്കെ ആ സംസ്കാരത്തെ അല്ലേ പിൻപറ്റുന്നത്? ഇത്രയും വാള് കേട്ടിട്ട് എന്റെ മോനെ എനിക്ക് ദീനിൽ ഉറപ്പിച്ച് നിർത്താൻ എനിക്ക് സാധിച്ചോ? ചിന്തിക്ക് സഹോദര, സഹോദരി, ചിന്തിക്ക്. ഇത്രയും വാള് കേട്ട് ഞാൻ ഇത്ര വർഷമായി, 50ആയി, 60ആയി, 70ആയി, ഇത്ര നാൾ വാള് കേട്ടു. എനിക്ക് ദീനീപരമായിട്ട് എനിക്ക് എന്തറിയാം? നിങ്ങളൊക്കെ സമ്പത്തുള്ളവരായിരുന്നല്ലോ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓഹരി കൃത്യമാണെന്ന് ആർക്കറിയാം? ഈ ഓഹരി കച്ചവടം ഉണ്ടല്ലോ, ഓഹരി വെക്കല്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ വെക്കുന്ന ഓഹരി, കുടുംബ ഓഹരി, ഇത് അതിന്റെ കൃത്യനിഷ്ഠ അനുസരിച്ച് ഒരു ആലിമിനോട് ചോദിച്ചിട്ട് ഇസ്ലാമിക നിയമം അനുസരിച്ച് അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണോ നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ ഓഹരി നമ്മുടെ മക്കൾക്ക് ചെയ്യുന്നത്? ആണോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ വാപ്പാക്കും ഉമ്മാക്കും നല്ല സൂപ്പർ അടിയ ഈ വിഷയത്തിൽ കിട്ടാൻ പോണത്. കുടുംബ ഓഹരിയെ കുറിച്ച് പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഈ കണക്കിന്റെ പ്രശ്നം ആയതുകൊണ്ട് ഈ വാത് അത്ര സൂയിക്കൂല. അതുകൊണ്ടാണ് ഞാനത് സാധാ സീതാല് പറഞ്ഞു പോകാം. ഈ നീട്ടിപ്പിടിച്ച് ബബിൾക്കം വാത് പറയാൻ പറ്റൂല കുടുംബ ഓഹരി വെച്ചിട്ട്.
അതാണ് സാധാ പറഞ്ഞു പോകാൻ പറ്റും. പക്ഷെ അറിയണം, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മധ്യത്തിൽ നീതി പുലർത്തണേ. ഒരു മോന് 10 സെന്റ്, മറ്റൊരു മോന് 8 സെന്റ്, വേറൊരു മോന് 3 സെന്റ്. പെമ്മക്കൾക്ക് ഉള്ള സ്വർണവും വണ്ടിയും കാറും വീടും എല്ലാം അവളുടെ തലയിലോട്ട്. ബാക്കിയുള്ളവൻ നീ മര്യാദയ്ക്ക് പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തിന്നടാ. അവള് പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എൻ്റെ പൊന്നുവാപ്പാ, നാളെ ആഖിറത്തിൽ കൂട്ടി കയറിയാ ഇറങ്ങാൻ പറ്റൂല കേട്ടോ. വാപ്പ പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവന്റെ കാര്യം എന്തായി? വീട്ടിൽ വാപ്പായ നോക്കുന്നവന് 50 സെന്റ്, വാപ്പായ നോക്കാത്തവന് 7 സെന്റ്. എന്ത് ന്യായപ്പാ ഇത്? ഇതെന്ത് ന്യായം? വാപ്പാടെ കൂടെ നിൽക്കുന്നവന് ഉമ്മ സപ്പോർട്ട്, അവനെടുത്താൽ മറ്റൊന്നും കൊടുക്കണ്ട. അവന്റെ വലിയ വീട്ടിൽ നിന്ന് അവൻ കിട്ടിയത് അവനാണെങ്കിൽ അടപ്പം ഉണ്ടാക്കട്ടെ. ഇവിടെ നിന്നുണ്ട് നീ കൊടുത്താൽ മതി, നിങ്ങൾ ഇതിനകത്ത് എഴുതി കൊടു. രാത്രി പെണ്ണും പിള്ള വാപ്പാടെ ഹൽക്കിന് പിടിച്ചിട്ട് മര്യാദയ്ക്ക് ആ ചെറുക്കന് എഴുതി കൊടുട്ടോ, അല്ലെ കൊന്നുകളയുന്നുണ്ട്. ഇന്ന് ഞാൻ വേറൊരാളോട്ട് സംസാരിച്ചൊരു കുടുംബ പ്രശ്നം. അപ്പോൾ പറയാ, കെട്ടിയവരെ വിളിക്കുക, ഇങ്ങോട്ട് വേടാ, കെട്ടിയവരെ വിളിക്കുക, ഇങ്ങോട്ട് വേടാ. ഞാൻ ചോദിച്ചു, ആരാ കെട്ടിയവനെ? ഭർത്താവ്. പിന്നല്ല, പിന്നെ ആരാ കെട്ടി? എന്താ ഈ ഉമ്മത്ത് എവിടെ പോയി? ചുമ്മാ ഖബറും മായ്ച്ചറും പറഞ്ഞു വല്ല ഫായിദ ഉണ്ടാ? ഈ ഖബറും മായ്ച്ചറും കേട്ടിട്ട് ഇവന് ഖബറിനെ കുറിച്ചോ മായ്ച്ചറിനെ കുറിച്ചോ വല്ല ബോധം വന്നിട്ടുണ്ടാ? സ്വന്തം ഭർത്തനെ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കേണ്ട ഗതികേട്. ഒരു മോൻ ഒരു വാപ്പായെ വിളിക്കുക, ഒരു വീട്ടിൽ കിടന്നിട്ട്, ജലീലേ, ഹഖൻ വല്ലാഹി എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്. ഞാൻ ചോദിച്ചു, ആരെ വിളിക്കുന്നത്? അവൻ അങ്ങനെ അവസ്ഥ കുഴപ്പമില്ല, എന്നെ വിളിച്ചു. അവൻ കുഴപ്പമില്ല, അവസ്ഥ വിളിച്ചോട്ടെ. എങ്ങനെയുണ്ട് നമ്മൾ സപ്പോർട്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലദുസൂ യഹ്ദിമു ശറഫാ വയുശയ്യിനു സലഫാ. വലദുസൂ, ദുഷിച്ച മക്കളുണ്ടല്ലോ, മുൻഗാമികളുടെ പേരും പ്രശസ്തിയും തകർത്ത് കളയുന്ന ജന്തുക്കളാണ് കേട്ടോ. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നമിൻ ഇഖ്തിറാബിസ്സാ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ പെട്ടതാണ് കേട്ടോ. അയ്യോ റബ്ബിയർ റജുലു ജർവാ ഖൈറുൽ ലഹു മിൻ അയ്യു റബ്ബിയ വലദല്ലഹു. മാതാപിതാക്കളെ, ഒരു കാലം വരും കേട്ടോ, തെറിച്ച നിങ്ങളുടെ മക്കളുണ്ടല്ലോ, ആ തെറിച്ച അനുസരണയില്ലാത്ത മക്കളെ വളർത്തുന്നതിനേക്കാൾ ഒരു പട്ടിക്കുട്ടിയെ വളർത്തലാണ് നിനക്ക് ഖൈറെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ വാക്കല്ല, പട്ടിക്കുട്ടിയെ വളർത്തലാണ് ഖൈറെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഒരു കാലം വരും, അന്ന് നമ്മുടെ മക്കളൊന്നും അനുസരിക്കൂല. ലാ യുവഖറു കബീറുഹും വലാ യുർഹമു സഗീറുഹും. മുതിർന്നവരെ, ഉപ്പമാരെ, ഉമ്മമാരെ, കാരണവർമാരെ അവർ ബഹുമാനിക്കൂല. വലാ യുർഹമു സഗീറുഹും, അവരിൽപ്പെട്ട കൊച്ചുകുട്ടികളെ, വയസ്സ് കുറഞ്ഞവരെ അവർ ആദരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെയുള്ള കുറെ കുട്ടികൾ ഉണ്ടാകും ആ കാലഘട്ടത്തിൽ. അവരെക്കാൾ പട്ടിക്കുട്ടിയെടുത്ത് വളർത്തലാണ് ശ്രേഷ്ഠം കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി. തങ്ങളെടുത്ത് നെറ്റ് എടുത്ത് ചോദിക്കും, ഞാൻ വെറുതെ കള്ളം പറയുകയാണെന്ന്. ഞാൻ ഇല്ലാത്തൊന്നും വിളിച്ചു പറയില്ല, പണ്ട് വിളിച്ചു പറഞ്ഞിരുന്നു. ഉപ്പും ചപ്പയൊക്കെ വിളിച്ച് പറയായിരുന്നു. ഉസ്താദുമാരൊക്കെ വിളിച്ച് ഹൽക്കിന് വിളിച്ച്, നീ എന്താണ് ഈ പറയുന്ന പ്രസംഗത്ത്, ഈ ഇരിക്കുന്ന പാവപ്പെട്ടവർക്ക്? പിന്നെ ഹദീസ് നോക്കിയിട്ട് പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഇച്ചിരി ഇമ്പം കുറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് ആഖിറത്തിൽ അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് കൂലി കിട്ടാന്നുള്ളതാണ്. നിങ്ങൾ രക്ഷപ്പെടും അബീബേ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആള് കഴിഞ്ഞ് ഇപ്പം വിളിച്ചു പോയാൽ അടുത്ത വർഷം പരിപാടി നടത്തുമ്പോൾ ചിലപ്പം വേണമെങ്കിൽ ഉണ്ടോ 7 വർഷമായിട്ട് ഇന്നുവരെയും വിളിച്ചിരുന്ന ഇതോടെ കൂട്ടിയിട്ട് ആദ്യമായിട്ടല്ലേ? ഇതോടെ കൂട്ടിയിട്ട് 7 വർഷമായിട്ട് ആദ്യമായിട്ട് ഇവിടെ വിളിച്ചത്. ഇനി അടുത്ത വർഷം അയാളൊന്നും വേണ്ടേ, വേറെ വല്ലതും നോക്കാം. അയാൾ ചുമ്മാ ഒന്നും ആവശ്യമില്ല, കുടുംബം പറയേണ്ടത് അത് പ്രശ്നമില്ല. അപ്പൊ അതാണ് അൽഹംദുലില്ലാ. അത് എവിടെയാ എങ്ങനെയാ പോകുന്നതെന്നൊന്നും അറിയില്ല. സംഭവം ഉള്ള കാര്യം നമുക്ക് റാഹത്തായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇൽമെന്ന് പറഞ്ഞാൽ അതല്ലേ, വഅ്ളെന്ന് പറഞ്ഞാൽ അതല്ലേ ഹബീബേ? വഅ്ളെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നിങ്ങൾ കേൾക്കുന്നത്? ചുമ്മാ നീട്ടി അടിച്ചങ്ങോട്ട് വിടൽ തന്നെയാണോ? ഇതൊക്കെ പഠിക്കാനല്ലേ നിങ്ങൾ ഈ പാതിരാത്രി വന്നിരിക്കുന്നത്? നമ്മുടെ മക്കൾ നമ്മുടെ സ്വർഗത്തിലെ പൂക്കളല്ലേ? അപ്പൊ അവരോട് നമ്മൾ നീതി പുലർത്തണം. അവർക്ക് മാന്യമായിട്ട് എല്ലാവരെയും കൂട്ടി ഇണക്കി എൻ്റെ ഇസ്ലാമികപരമായിട്ട് കണ്ടെത്തി അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. അത് വാപ്പ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല.
ഈ ചില വാപ്പാന്മാരുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ എടുത്തോളിന്ന്. മരിച്ചു കഴിഞ്ഞ് ആരെടുക്കാൻ അടി ഉണ്ടാക്കിയിട്ട് വാപ്പാടെ കബറ് തോണ്ടിക്കൊണ്ട് പോകും. പിന്നെ മരിച്ചു കഴിഞ്ഞ് എടുക്കുന്ന എന്തിനാണ്? നിങ്ങൾ എഴുതി ഇന്ന് നിയമങ്ങളുണ്ടല്ലോ, ആ നിയമം അനുസരിച്ച് ഇത്ര ഞാൻ എന്നെ മരണശേഷം നിങ്ങൾ എടുത്തോന്ന് എഴുതി വെച്ചോ, എന്നാലും കുഴപ്പമില്ലല്ലോ. അതല്ലേ നിങ്ങൾ ചെയ്തു വെക്കേണ്ടത്. അതിനുശേഷം എത്ര കുടുംബത്തിൽ പ്രശ്നങ്ങളാ, വഴക്കുകൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് വറാസത്ത്, അനന്തര സ്വത്ത്, വാപ്പ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ബീജത്തിൽ ജനിച്ചത് നിങ്ങളുടെ മക്കളാണ്. ഒരിക്കലും നിങ്ങളുടെ മക്കളല്ല എന്ന് പറയാൻ അവകാശമില്ല. അവർക്കുള്ള ഹക്ക് തീർച്ച നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളത് വീതം വെച്ച് ഓഹരി വെച്ചിട്ട് വേണം നിങ്ങൾ മരിക്കാൻ. നിങ്ങൾ മരിച്ചതിന് ശേഷം മക്കൾ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അവരെ അടിപിടി ഉണ്ടായാൽ സ്വസ്ഥമായി വാപ്പാക്ക് കബറി കിടക്കാൻ പറ്റൂല. കബറ് ചെറിയ കളിയല്ലാതെ, ഖബറെന്ന് പറഞ്ഞ സാധനം ചെറിയ കളിയല്ല. നമ്മുടെ മക്കളാണ്. നിന്നെ സംരക്ഷിച്ചാലും നിന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് നിന്റെ വാപ്പാടെ ഹക്ക് അത് അവർക്കുള്ളതാണ്. അത് ആണുങ്ങൾക്ക് ഇത്ര ഓഹരി, പെണ്ണുങ്ങൾക്ക് ഇത്ര ഓഹരി എന്ന് വെച്ചിട്ടുണ്ട്. അത് കൃത്യമായി അത് അവർക്ക് വീതം വെച്ച് ഓഹരി ചെയ്തിട്ട് വേണം നിങ്ങൾ മരിക്കാൻ. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് അടിയുണ്ടാവും. അടിയുണ്ടായാൽ വാപ്പാക്ക് ഖബറിൽ സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റൂല. കാരണം അവിടെ എത്തിച്ചു കൊടുക്കും അല്ലാഹു തആല. ഡേയ് നിന്റെ വീട്ടിൽ ഭയങ്കര അടിയാ, കണ്ടോ, അള്ളാഹ് കാണിച്ചു കൊടുക്കുമെന്നാണ് അതീതുണ്ട്. എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുമെന്നാണ്, എല്ലാ അമലുകളും. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾ നന്നാവണം. ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാണ്. ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഹിജ്റ പോകുന്നു. എത്ര മുസ്ലിം പെണ്ണുങ്ങളാ പോകുന്നത്? എന്തിന്റെ പേരില്ല? ഒരു 2 തുള്ളി ഇന്ദിരത്തിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. വേറെ എന്ത് കിട്ടിക്കണം? വേറെ എന്താ ഗുണമുള്ളേ? ചിന്തിച്ചോക്ക്. കൈഫ യഹ്ദില്ലാഹു ഖൗമാ കഫറൂ ബഅദ ഈമാനിഹിം വശഹിദൂ അന്ന റസൂല ഹഖ്ഖുൻ വജാഅഹുമുൽ ബയ്യിനാത്ത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. എത്രയെത്ര സഹോദരിമാർ, നമുക്ക് നമ്മുടേതായ ആദർശമില്ലേ പെങ്ങളെ? നമുക്ക് നമ്മുടേതായ ആദർശമില്ലേ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, റസൂലുള്ളാഹിയിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ മതത്തെയാണ് അള്ളാന്റെ അടുക്കൽ നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. ബാക്കിയുള്ളവർ അവരവരുടെ മതങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തല്ലാതെ മറ്റൊരു ആദർശത്തെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവരിൽ നിന്ന് ഒന്നും അത് സ്വീകരിക്കപ്പെടുകയില്ല. ആഖിറത്തിൽ അവർക്ക് തീരാ നഷ്ടമാണ്. അല്ലാഹു ഉപയോഗിച്ച വാക്കട്ടോ, ദുനിയാവിലല്ല. ഒരു മുസ്ലിമായവൻ കാഫറത്തായി പോയി. ഇപ്പൊ യുപിയിൽ പുതിയ നിയമം വന്നു, ഹിന്ദു മുസ്ലിമായ അവൻ ജയിലിൽ, മുസ്ലിം ഹിന്ദുവായ അവന് ബൊക്കെ പൂച്ചുണ്ട്. പുതിയ നിയമം അങ്ങനെയുണ്ട്. അവന് മുസ്ലിം ഹിന്ദു ആകാം, ഹിന്ദു മുസ്ലിം ആകാൻ പാടില്ല. എന്ത് നിയമം അങ്ങനെയുണ്ട്? ആരും മുസ്ലിം ആകാൻ വരുന്നു? ഈ ഉള്ള മുസ്ലിമിനെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ മാർഗമുണ്ടോ നമ്മൾ നോക്കിയോട് നടക്കുകയാണ്. ഇനി എന്തിനാ പുതിയ മുസ്ലിമിനെ? നമുക്ക് ഈ ഉള്ളവന്മാരെ ഒന്ന് നന്നാക്കാൻ എന്താ വല്ല മാർഗമുണ്ടോ? ഈ പുതിയ ആളെ നമുക്ക് എന്തിനാ? നമുക്ക് ലാ ഇക്റാഹ ഫിദ്ദീൻ. പരിശുദ്ധമായ ദീനിൽ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. അധർമ്മത്തിൽ നിന്ന് ധർമ്മമേതെന്നും അസത്യത്തിൽ നിന്ന് സത്യമേതെന്നും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനമേതെന്നും അല്ലാഹു നമുക്ക് വ്യക്തമായി തിരിച്ചു തന്നിരിക്കേ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവൻ വിശ്വസിച്ചവനായി അതിനെ നിഷേധിക്കുന്നത് കൊണ്ട് അല്ലാഹ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നബിയേ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തണ്ട. മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തുമെന്ന് കരുതിയിട്ട് ഓരോ സ്റ്റേറ്റിലും ഓർഡിനൻസ് കൊണ്ടുവരേണ്ട കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ അറിയിച്ചു, ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവൻ വരട്ടെ, ഇഷ്ടമുള്ളവൻ വന്നോട്ടെ. അത് അവന്റെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ
ഒരു കാലഘട്ടം വരും നിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന ആയുധവുമായിട്ടാണ് നീ നടക്കുക എന്ന്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നിന്നോടൊപ്പം ചേർന്നിരിക്കുന്ന നിന്റെ കൈകളിൽ കൊണ്ട് നടക്കുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം, നിന്റെ രഹസ്യം വിളിച്ചു പറയുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ. എത്ര കുടുംബത്തെ നശിപ്പിച്ച സാമാനമായത്, എത്ര പെണ്ണിനെ തമ്മിലടിപ്പിച്ച സാമാനമായത്, എത്ര മക്കൾ ഒളിച്ചോടി പോകാൻ കാരണക്കാരനല്ലയോ ഈ ശൈത്താനെ നീ. 3 മക്കളുള്ള പെണ്ണ് എൻ്റെ ഭാര്യയെ മറ്റൊരുത്തൻ്റെ കൂടെ കൊണ്ടുപോയത് നീ തന്നെയല്ലേ. എൻ്റെ ഇക്കായ അവളിൽ നിന്ന് അടിച്ചു മാറ്റിച്ചത് നീ തന്നെയല്ലേ. എന്തല്ലേ എന്താ ചിരിക്കുന്ന സംഭവം അല്ലേപ്പാ, അല്ലേ? ആ, എന്തെല്ലാം പിത്തിനാട ഉറവിടോ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർറിൽ ജവ്വാൽ. എന്തെല്ലാം വിത്തിനകളാ പടച്ചവനെ ഈ സാമാനത്തിലൂടെ. ഈ 3 വർഷം കൊണ്ട് ഓൺലൈനാക്കി ജൂതന്മാരുടെ കളി എങ്ങനെയുണ്ട്? കൊച്ചു കുഞ്ഞ് 10 വയസ്സായ കുഞ്ഞ്, സുബ്ഹാനല്ലാഹ്, ഈ കഴിഞ്ഞ വർഷം ഒരു 4-5 മാസത്തിന് മുമ്പ് കണ്ണൂര് വെച്ച് 10 വയസ്സായ ഒരു മോള്, പടച്ചവനെ, വാത്സല്യത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല, 10 വയസ്സായ മോള് 16 കാരനുമൊത്ത് ഒളിച്ചോടി കണ്ണൂരിൽ ഒരു തിയേറ്ററിൽ പോയി ഒരുമിച്ചിരുന്ന് സിനിമ കണ്ടപ്പോ മൊബൈൽ ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസ് വന്ന് അവരെ പിടിച്ചപ്പോ 10 വയസ്സായ മോള് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ചേട്ടൻ മതി. 10 വയസ്സ് കണ്ടോ, 10 വയസ്സ്. കാരണം ഈ പുന്നാര ഷെയ്ഖുന ജവാലാണ് കേട്ടോ. 10 വയസ്സായ മോള്. ഈ അടുത്ത സമയത്ത് ഞാനൊരു കൗൺസിലറെ കണ്ടു, കാസർഗോഡുള്ള കൗൺസിലർ ബഷീർ എടാട്ടിൽ എന്നാണ് അയാളുടെ പേര്. കാരണം ഞാൻ ഇനി തള്ളുകയാണെന്ന് നിങ്ങൾ അറിയാതിരിക്കാൻ ആ പേര് പറഞ്ഞ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയും പുട്ടൂറ്റിയാന്ന്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല അബീബേ. പയ്യന്നൂരുള്ള ഒരു കൗൺസിലറാണ് ബഷീർ എടാട്ടിൽ. അദ്ദേഹം ദുബായിൽ പോകുന്നു. എന്നോട് പറഞ്ഞു, എന്താ സംഭവം? ഞാൻ ചോദിച്ചു, എന്താ? 3 വയസ്സായ ഒരു കുട്ടി സെക്സിന് അടിമയാ. നിങ്ങൾ വിശ്വസിക്കോ? 3 വയസ്സായ ഒരു കുട്ടി വാപ്പ മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് മെല്ലെ മെല്ലെ എടുത്തിട്ട് ഈ കുട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസിക വിഭ്രാന്തിയിലായി അവളെ ഒന്ന് കൗൺസിൽ ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയും വരികയും ചെയ്യാണ്. 3 വയസ്സ്. നിങ്ങൾ വിശ്വസിക്കോ? ഫോൺ നമ്പർ ആരെ വിളിച്ചു ചോദിര്. അയാൾ പറഞ്ഞതാ. അയാൾ പറഞ്ഞ സത്യമാണോ കള്ളാന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, ലൈവാണല്ലോ, അയാളും കേൾക്കുന്നുണ്ട്. വാത് ഞാൻ വെറുതെ പറയല്ല അബീവേ. നബി തങ്ങൾ പറഞ്ഞതാണ്, ഇത് ഒരു ദിവസം നിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ. അല്ലേ? എത്ര രഹസ്യമായത്. രഹസ്യമായിട്ട് ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മളങ്ങ് പോകും. തിരിച്ചു വരുമ്പോൾ എടുത്ത് നോക്കിയാൽ അവിടെ വീട്ടിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും. ഇവിടോ ദുബായിലിരുന്ന് നോക്കും. ഈ വെള്ള വീട്ടിൽ ആരും മതിൽ ചാടുന്നു, എവിടെ വരുന്നു, എവിടെ പോകുന്നു, മുഴുവൻ ദുബായിലിരുന്ന് ഇപ്പൊ കാണാം. അതുവരെ അല്ലാഹു തആല ദുനിയാവിൽ കൊണ്ടുവന്നു ഈ സാധനം. അങ്ങനെ ഒരു സാധനം, നമ്മുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. എബ്രഹാം ഗ്രഹാം ബെൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത് കണ്ടുപിടിച്ചത്. പാപം ചങ്ങാതി. ആ ചങ്ങാതി ഇത് കണ്ടുപിടിച്ചത് എന്തിനാ? തൻ്റെ ഭാര്യയോട് സംസാരിക്കാനാണ്. ഭാര്യ പൊട്ടിയായിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല. അമ്മയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അമ്മ സംസാരിക്കാൻ കഴിയാത്തവരായിരുന്നു. ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് ഈ 2 പേരോടും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ നമുക്കാണ് ഇത് കൊണ്ട് ഗുണമുണ്ടായത്. അതുകൊണ്ട് വല്ലാത്ത സംസാരമായത് സംസാരിച്ചത്. മണിക്കൂറുകളോളം ഇത് സംസാരിച്ച് ഭാര്യയ്ക്ക് നമ്മൾ അത്യാവശ്യം വിളിക്കാൻ നിന്ന ഒരു രക്ഷയില്ല മോനെ. ഇതിന്റെ ഐസി അടിച്ചു പോകാതെ അവള് താഴെ വയ്ക്കുള്ള സാധനം. എപ്പം നോക്കിയാൽ ഇതിങ്ങനെ തന്നെ.
ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്തെല്ലാം രോഗങ്ങളായി, എന്തെല്ലാം പ്രശ്നങ്ങളായി. 4 മൊബൈൽ നമ്മുടെ വീട്ടിലുണ്ട്. ആവശ്യത്തിന് വിളിച്ചാൽ ഒരു മൊബൈൽ കിട്ടുമോ? ഒരാവശ്യത്തിന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് വിളിച്ചു നോക്കി, കിട്ടൂല സംഭവം. 4 എണ്ണം കാണും. അത് വെച്ചിട്ട് പറയും ഞാൻ അവിടെ തുണി അവിടെ പോയി, ഞാൻ അവിടെ പോയി, ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി, അവിടെ എന്തൊരു സൗണ്ട് കേട്ട്. ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം എന്താ? മൊബൈലിന്റെ അർത്ഥം എന്താ? മൊബൈൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങോട്ട് വേണമെങ്കിലും പൊക്കിക്കൊണ്ട് പോകാന്നുള്ളതാണ്. മൊബൈൽ ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങളുടെ രക്തം എടുത്ത് പരിശോധിക്കുന്നതാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ, മൊബൈൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് വന്ന് വണ്ടി പണിഞ്ഞു തരും. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സാധനമാണ്. അല്ല ഇവിടെ വെച്ചിട്ട് നീ അവിടെ കഴുകാൻ പോലല്ല. കഴുകുമ്പോൾ അവിടെ കൊണ്ടൊരു സഞ്ചി ഉണ്ടെങ്കിൽ ആ സഞ്ചിക്കകത്ത് തൂക്കിയിടണം. ഇക്ക വരുമ്പോൾ ലൈവായി കാണിച്ചു കൊടുക്കണം. കണ്ടാ നിങ്ങളുടെ ഇത് കഴുകിക്കൊണ്ടിരിക്കുക, കണ്ടാ കാണിച്ചു കൊടുക്കണം. ഇതിനാണ് ഈ സാധനം എന്ന് പറഞ്ഞത്. ഇതാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. സംഭവം മനസ്സിലായ? ഇതിനെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ജൂതന്മാരെ കളിയാ. ഇപ്പൊ നമ്മുടെ വീട്ടിനകത്തെത്തി ഫോട്ടോ ആയി, ആരുടെ ഫോട്ടോ എടുക്കുന്നു. ഇപ്പൊ ഉസ്താദ്മാർക്ക് പറയാൻ പറ്റുമോ ആറാമാന്ന്? പറയാൻ പറ്റൂല. അങ്ങനെ ദീൻ അങ്ങനെ എത്തി, ദീനാവസ്ഥയിലേക്ക് എത്തി. പള്ളിക്കകത്ത് ഇപ്പോ ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പണ്ട് പള്ളി കമ്മിറ്റിക്കാർ അടിയിൽ എഴുതി വെക്കും, ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും പാടില്ല എന്ന് എഴുതി വെക്കും. അത് വെട്ടിക്കളഞ്ഞു. എൻ്റെ മോളി വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് എന്തെങ്കിലും സഹകരണങ്ങൾ നൽകി ഞങ്ങളുടെ ജമാഅത്തിനെ സഹായിക്കണം. ഒരു സ്റ്റിക്കർ, മെല്ലെ സ്റ്റിക്കർ പരിശോധിച്ച് നോക്കിയാൽ വീഡിയോ ക്യാമറ പള്ളിക്കകത്ത് നിരോധിച്ചിരിക്കുന്നു. പരിശോധിച്ച് നോക്കിട്ടാ, സ്റ്റിക്കർ പൊട്ടിച്ച് നോക്കുക. ആ അവസ്ഥയിലേക്ക് എത്തി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവ് അങ്ങനെയാണ് സുഹൃത്തുക്കൾ, ഒരുപാട് പറയാനുണ്ട്.